അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ എൻ്റെ കർത്താവ്, ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, കർത്താവ്, ഞങ്ങൾ ഇന്ന് സംസാരിക്കുന്ന വ്യക്തികൾ, ഞങ്ങൾ ചില പ്രോജക്റ്റുകൾക്ക് വേണ്ടിയും ചില പോംവഴികൾക്ക് വേണ്ടിയും ജീവിതത്തിലെ ചില പ്രയാസങ്ങൾ, സാമ്പത്തിക വിഷയങ്ങളായാലും മറ്റു വിഷയങ്ങളായാലും മാറുന്നതിന് വേണ്ടി സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിൽ, നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിൽ ഇന്ന് പരിശുദ്ധാത്മ നിറയട്ടെ. സഞ്ചാരിക മാതാവ്, സമയത്തിനധികമായ പരിശുദ്ധ അമ്മ കൃപാസന മാതാവ് ഇന്ന് നിങ്ങളുടെ കൂടെ യാത്രയാവുകയും നിങ്ങളുടെ കൂടെ വരികയും ചെയ്യട്ടെ. നിങ്ങൾക്ക് സംസാരിച്ച് ഒതുക്കാൻ പറ്റാത്ത വിഷയങ്ങൾ, നിങ്ങൾ സംസാരിച്ച ശരിയാകത്തില്ലെന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ കർത്താവ് തന്നെ മറുപക്ഷത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിത്തരാൻ
കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. പിതാപുത്രനും പരിശുദ്ധാത്മാവിനെ നീക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, കുറഞ്ഞ കാലം കൊണ്ട് ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനും ദൈവാനുഭവ സാക്ഷ്യങ്ങൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു സത്യം എന്താണ്? ഉടമ്പടി കവനന്റ് ഈസ് എ സ്മാർട്ട് സ്പിരിച്വാലിറ്റിയാണ്. ഒരു സ്മാർട്ട് സ്പിരിച്വാലിറ്റിയാണ് ഇന്നത്തെ. ഈ സ്മാർട്ട് സ്പിരിച്വാലിറ്റിക്ക് 3 ഘടകങ്ങളുണ്ടാകും. അല്ലെങ്കിൽ സ്മാർട്ട്നെസ്സിന് 3 ഘടകങ്ങളുണ്ടല്ലോ. എന്തൊക്കെയാണ്? എക്സ്പെർട്ടൈസേഷൻ, പിന്നെ പ്രൊഫഷണലിസം, പിന്നെ സ്മാർട്ട്നെസ്. അതിൻ്റെ അത് എക്സ്പെർട്ട് എന്ന് പറയുമ്പോൾ പ്രാവീണ്യം അല്ലേ? അതിൻ്റെ ടെക്നിക്കലായിട്ട് ടെക്നിക്കലായിട്ടുള്ള പോയിന്റിൽ നമ്മൾ ഒരു പ്രാവീണ്യം നേടണം. അപ്പോൾ അതിൻ്റെ അകത്ത് ടെക്നിക്കൽ പോയിന്റ് എന്താണ്? ഉടമ്പടിയിലുള്ള ടെക്നിക്കൽ പോയിന്റ് വെച്ചാൽ മൊത്തം നോക്കുമ്പോൾ ദൈവമായിട്ടുള്ള ഉടമ്പടി മാതാവിൻ്റെ മധ്യസ്ഥം നമ്മൾ ജീവിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടി വരുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? ആദ്യത്തെ, ദൈവമായിട്ടാണ് നമ്മൾ ഒരു ജീവിതം തുടങ്ങുന്ന. കാരണം നമ്മുടെ ഭാഗത്തുനിന്ന് ഫസ്റ്റായിട്ട് വരണത് അനുതാപമായിരിക്കും അല്ലേ? അനുതാപം. ഇതിൻ്റെ എക്സ്പെർട്ടൈസേഷനിൽ വരണത് ഫസ്റ്റ് പോയിന്റിൽ അനുതാപമാണ്. ഈ കാര്യം എന്ന് വെച്ചാൽ സ്പിരിച്വാലിറ്റി എന്ന് പറയണത് വിശ്വാസമാണല്ലോ എൻ്റെ ബേസ്മെന്റ്. പക്ഷെ സുവിശേഷത്തിൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത് വിശ്വസിക്കുക, അനുദപിക്കുക എന്നുള്ളതല്ല. പിന്നെന്താണ്? മർക്കോസിന്റെ 1:15 എടുത്തേ. അവൻ പറഞ്ഞു സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അതാണ് വിഷയം. അപ്പൊ സുവിശേഷത്തിൽ വിശ്വസിച്ച് അനുദപിക്കുവാൻ നല്ല സംഭവം. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അത് കാരണം ഞാൻ പണ്ട് തുമ്പോളിലായിരിക്കണം. തുമ്പോളി തമ്മിൽ പള്ളിയുണ്ടേ, മാതാവിൻ്റെ പള്ളിയാണ്. അപ്പോൾ അവിടെ അസ്റ്റേന്ത്യയായിട്ട് കുറേ നാൾ വർക്ക് ചെയ്ത്. അപ്പോൾ അവിടെ ഞങ്ങൾ ഒരു ധ്യാനം നടത്തി, ഈ കാരിസ്മോൻ്റെ. അപ്പോൾ ആ ധ്യാനം നടത്തിയ സമയത്ത് എല്ലാ വീടുകളിലും നടന്ന്, അതുപോലെ തന്നെ നാടുകളിലും നടന്ന്, കുട്ടനാടും ബോട്ടിലൊക്കെ പോയി പിള്ളേരെ കൊണ്ട് ഡാൻസ് കളിപ്പിച്ച്, ബോട്ടിൻ്റെ മുകളിൽ നിന്ന് കായലിൽ ഡാൻസൊക്കെ കളിപ്പിച്ച്, നല്ല ആൾക്കാരെ എല്ലാം കടവിൽ വരെ കൂട്ടി അവിടെ നിന്ന് ക്രിസ്തുവിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ക്രിസ്തുവിനെ അറിയാഞ്ഞിട്ടല്ലേ, എല്ലാവരും അറിയാവുന്നവരാണ്. പക്ഷേ ക്രിസ്തുവിനെ അറിയാവുന്നതും അനുതാപ ജീവിതവും രണ്ടാണ്. സത്യസന്ധമായിട്ട് അറിയാവുന്നവർ ആദ്യം അവർക്കുണ്ടാകുന്ന അനുതാപമാണ്. അപ്പം അതിനുവേണ്ടി ആണ് ഈ ഇതെല്ലാം നടത്തുന്നത്. അപ്പോൾ ധ്യാനത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇത് ഇടവകയിലോ എല്ലാ വീടുകളിലും പോയി മാസങ്ങളോളം മധ്യസ്ഥ പ്രാർത്ഥന നടത്തി 92 ചെയ്ത പരിപാടിയാണ്. പിന്നെ കടലോരത്തെല്ലാം പോയി അവിടെയുള്ള എല്ലാവരും കടപ്പുറത്ത് വിളിച്ചു കൂട്ടി അവർക്ക് അനുതാപ ശുശ്രൂഷ നടത്തി. അല്ല, എന്ത് കഴിഞ്ഞാൽ അവസാനം ഈ ജനുവരി 15-ാം തീയതി ധ്യാനത്തിലേക്ക് ആൾക്കാർ വരുന്ന മുമ്പ് തന്നെ 3 ദിവസം മുമ്പ് തന്നെ പള്ളി കുമ്പസാരം തുടങ്ങി. എന്താ, ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. അത് എന്നെ എപ്പോഴും എന്നെ അല്ലാതെ ചിന്തിച്ചൊരു വിഷയമാണ്. ധ്യാനം തുടങ്ങിയിട്ടില്ലേ? ധ്യാനം 15-ാം തീയതി അല്ലെങ്കിൽ 12-ാം തീയതി ആൾക്കാർ കുമ്പസാരിക്കാൻ തുടങ്ങി. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ആദ്യം അനുതാപമാണ്. ശരിക്കും പറഞ്ഞാൽ സുവിശേഷം നിങ്ങൾ വായിക്കുന്ന മുമ്പില്ലേ, ഇപ്പം അരമണിക്കൂർ സുവിശേഷം വായിക്കൂലേ നമ്മൾ. സുവിശേഷം വായിക്കണമെങ്കിൽ തന്നെ എൻ്റെ മക്കൾ കുറച്ച് നേരം വെറുതെ എടുത്ത് വായിക്കരുത്. പിന്നെന്ത് ചെയ്യണം? ഇത് വായിക്കാനുള്ള യോഗ്യത നേടാൻ വേണ്ടി കുറച്ച് നേരം കുമ്പസാരത്തിൻ്റെ ജപമൊക്കെ ചൊല്ലി അതിനുശേഷം നമ്മുടെ മനസ്സ് എവിടെയെങ്കിലും ഒരു വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് മാപ്പ് ചോദിച്ചു
ഒരു മനസ്താപകരണം ചൊല്ലിയിട്ട് വേണം സുവിശേഷം വായിക്കാൻ. അതാണ് എൻ്റെ കടന, എൻ്റെ എക്സ്പെക്ടേഷൻ അതാണ്. അനുദപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് പ്രാക്ടീസ് നോക്കുക. സൂപ്പറായിരുന്നു. നന്ദി പറയുന്നു. എൻ്റെ പേര് ആതിര. ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത്. ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് UK നേഴ്സായിട്ടാണ്. ഞാനൊരു അക്രൈസ്തവയാണ്. പക്ഷേ ചെറുപ്പം മുതൽ തന്നെ എനിക്ക് ഈശോയും മാതാവായിട്ടൊരു ബന്ധമുണ്ട്. ഞാൻ നഴ്സിംഗ് പഠിച്ചതൊക്കെ ക്രിസ്ത്യൻ കോളേജിലാണ്. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് കുർബാനയും ജപമാലയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രാർത്ഥിക്കേണ്ട രീതിയും കാര്യങ്ങളൊക്കെ എനിക്കറിയായിരുന്നു. അതിനുശേഷം ഞാൻ ജോലി ചെയ്തത് സെൻറ്റ് ജോൺസിലായിരുന്നു, ബാംഗ്ലൂർ. അപ്പോൾ അവിടെ ജോലി ചെയ്തിരുന്ന സമയത്ത് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു, ചാപ്പലുണ്ടായിരുന്നു, ഡെയിലി കുർബാന ഉണ്ടായിരുന്നു, സാധിക്കുമ്പോഴൊക്കെ കുർബാനയ്ക്ക് പോകുമായിരുന്നു. അതിനുശേഷം ഞാൻ എക്സ്പീരിയൻസ് എടുത്ത് ഞാൻ പിന്നെ OET പഠിക്കണം എന്നൊരു പ്ലാനുമായിട്ടാണ് ഞാൻ നാട്ടിലോട്ട് പോകുന്നത്. നാട്ടിലോട്ട് പോയപ്പം OET പഠിക്കാൻ വേണ്ടി ചേർന്നു, എക്സാം എഴുതി. പക്ഷേ എനിക്കത് ആദ്യത്തെ അറ്റംപ്റ്റിൽ കിട്ടിയില്ല. അപ്പോൾ എനിക്ക് കൃപാസനത്തെക്കുറിച്ച് ഞാൻ അറിയുന്നത് എൻ്റെ ബ്രദർ വഴിയാണ്. ആൾ ഉടമ്പടിയിലായിരുന്നു. അപ്പോൾ ആൾ IELTS എഴുതി കിട്ടി നിൽക്കുന്ന ടൈമായിരുന്നു, ആളുടെ പേപ്പർ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു. അപ്പം OET പോയതിനു ശേഷം ഞാൻ പിന്നെ ആ ഒരു ടൈമിലായിരുന്നു കേരള വിസയൊക്കെ UK ഒരുപാട് വരുന്ന ഒരു ടൈമായിരുന്നു, ഓപ്പണിംഗ് ആയിരുന്നു ആ ഒരു ടൈമിൽ. അപ്പം ഞാൻ 1000-ഓളം കെയർ ഹോമിലോട്ട് ഞാൻ അപ്ലൈ ചെയ്തു. ഞാൻ അന്നേരം ആ ടൈമിൽ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 1000-ഓളം കെയർ ഹോമിലോട്ട് അപ്ലൈ ചെയ്തപ്പോൾ എനിക്കൊരു ഒരൊറ്റ കെയർ ഹോമിൽ നിന്നാണ് എനിക്ക് മെയിൽ വന്നത്. അപ്പോൾ ആ വന്ന ടൈമിൽ ഞാൻ ഇത് ജെനുവിനാണോ എന്താണെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അവിടെയുള്ള ആൾക്കാരുമായിട്ട് കോൺടാക്ട് ചെയ്ത് അന്വേഷിച്ചപ്പോൾ ജെനുവിനാണെന്ന് മനസ്സിലായി. അപ്പം ആ ഒരു ടൈമിലാണ് അത് അവിടുന്ന് സെലക്റ്റായി എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവിടുന്ന് ഒരു റിപ്ലൈയും ഇല്ല, ഒരു കാര്യങ്ങളും ഇല്ല. അപ്പം ഞാനിവിടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, നന്നായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഉടമ്പടിയിൽ അല്ലെങ്കിൽ പോലും ഞാൻ പ്രാർത്ഥനയിൽ ഞാൻ നന്നായി ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അതിനുശേഷം 6 സ്റ്റെപ്പോളം ഞങ്ങൾക്ക് ഇൻ്റർവ്യൂസ് ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂസ് എല്ലാം കുറച്ച് പാടായിരുന്നു, കാരണം അവർ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. അപ്പോൾ ഓരോ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴും മാതാവിൻ്റെ കൊന്തയും ഈശോയുടെ ക്രൂശിത രൂപമൊക്കെ പിടിച്ചാണ് ഞാൻ ഇൻ്റർവ്യൂ എല്ലാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇൻ്റർവ്യൂസ് എല്ലാം കഴിഞ്ഞ് ഇൻ്റർവ്യൂസ് എല്ലാം ക്ലിയർ ചെയ്തു, പാസ്സായി. പിന്നെ അവിടുന്ന് ഭയങ്കര ഒരു ടൈം ലാഗായിരുന്നു, കാരണം 6-7 മാസത്തോളം എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പം ആ ഒരു ടൈമിൽ ഞാൻ മെൻ്റലി ഭയങ്കര ഒരു ഡിപ്രഷൻ എന്ന് പറഞ്ഞൊരു സ്റ്റേജിലോട്ടായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. എന്ത് ചെയ്യണം, കാരണം വീട്ടിൽ ജോലി ഇല്ലാതിരിക്കുകയാണ്, എൻ്റെ ബ്രദറിന് ജോലിയില്ല, ആൾ IELTS ക്ലിയർ ചെയ്ത് പോകാൻ വേണ്ടി പേപ്പർ വർക്ക് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ വീട്ടിലൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു ടൈമിൽ. അപ്പം ഞാൻ വിചാരിച്ചു എനിക്കെന്നാൽ പിന്നെ നാട്ടിലെവിടെയെങ്കിലും ജോലിക്ക് കയറാം, പേപ്പർ വർക്ക് നടക്കുക, കാരണം ഇതുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ നാട്ടിൽ ജോലിക്ക് കയറിയ ടൈമിൽ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ബോംബെയിലുള്ളൊരു മേഡമാണ്. അപ്പോൾ പുള്ളിക്കാരത്തിനോട് വിളിച്ച് ചോദിച്ചു, എന്താ ഇതിപ്പോൾ ഇങ്ങനെ ക്യാൻസൽ ആവുകയാണെങ്കിൽ എന്നെ അറിയിക്കണം, കാരണം എനിക്ക് വേറെ എന്തെങ്കിലും നോക്കണം എന്നുള്ള രീതിയിൽ ഞാൻ അവരെ അറിയിച്ചു. അപ്പോൾ അതിനുശേഷം പുള്ളിക്കാരത്തി പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് പ്രാർത്ഥനയിൽ തന്നെയായിരുന്നു. അതിനുശേഷം പെട്ടെന്നൊരു ദിവസം ഞാൻ നാട്ടിൽ നിൽക്കുന്ന ടൈമിൽ എനിക്കൊരു കോൾ വരുവാണ്. പുള്ളിക്കാരത്തി പറഞ്ഞു, അതിൽ ഇത് ക്യാൻസലായി, ഇനി വേറെ എന്തെങ്കിലും നോക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ ആരോട് പറയും, ഒന്നും ഒരു ഐഡിയ ഇല്ല. ഇനിയിപ്പോൾ എല്ലാം ഞാൻ ബിഗിനിങ് തൊട്ട് ഞാൻ തുടങ്ങണം, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിലായിരുന്നു എൻ്റെ ചേട്ടായിൻ്റെ ഉടമ്പടി പുതുക്കേണ്ട ടൈം. അപ്പോൾ ആൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി പുതുക്കി എൻ്റെ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ ജോലിയുടെ കാര്യം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി പുതുക്കി പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണ് എനിക്ക് അവിടുന്ന് പുള്ളിക്കാരത്തിൻ്റെ കോള് വരുവാണ്, ഓഫർ ലെറ്റർ എത്രയും വേഗം വരും എന്ന് പറഞ്ഞിട്ട്. അന്ന് നൈറ്റ് തന്നെ എനിക്ക് എൻ്റെ ഓഫർ ലെറ്റർ വന്നു. ഓഫർ ലെറ്റർ വന്ന് പിറ്റേന്ന് ഞാൻ സൈൻ ചെയ്ത് അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഞാൻ നന്നായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറച്ചൊരു സമാധാനമായിരുന്നു. ഓഫർ ലെറ്റർ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ടൈം ലാഗാം, എനിക്ക് ഒന്നും ശരിയാവുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പം ആ ഒരു ടൈമിൽ എനിക്ക് ജോലി റിസൈൻ ചെയ്ത് ഞാൻ പിന്നെ വീട്ടിലോട്ട് പോയി, എനിക്കൊരു സുഖമില്ലാതായിട്ട്. അപ്പം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നുണ്ടായിരുന്നു, വൈകുന്നേരം നന്നായിട്ട് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു, ബൈബിൾ വായിക്കുമായിരുന്നു. അപ്പോൾ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് മാതാവിൻ്റെ അനുഭവങ്ങൾ കിട്ടാൻ തുടങ്ങി, കാരണം എനിക്ക് മനസ്സിൽ ഓരോ മാതാവിൻ്റെ രൂപം തെളിഞ്ഞ് വന്നു തുടങ്ങി. ആ രൂപം തന്നെ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത രൂപമായിരുന്നു, ഫുള്ള് വെള്ള ഡ്രസ്സ് ഇട്ട് മാതാവിൻ്റെ ആയിരുന്നു. അപ്പോൾ അത് ഞാൻ ഫോൺ തുറന്ന് നോക്കുമ്പോൾ എനിക്ക് ഫോണിലും ആ ഒരു കറക്റ്റ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അതുപോലെ തന്നെ മാതാവിൻ്റെ രൂപത്തിൽ നോക്കുമ്പോൾ രൂപം ഇങ്ങനെ ചെറുതും വലുതുമായി മാറി മാറി കാണാമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു സമാധാനമായിരുന്നു. അതിനുശേഷം വീട്ടിൽ വന്ന് നിൽക്കുമായിരുന്നു. വീട്ടിൽ വന്ന് നിന്ന് കുറേ നാൾ കഴിഞ്ഞപ്പം എനിക്ക് പെട്ടെന്നൊരു കോൺട്രാക്റ്റ് വരുവാണ്. കോൺട്രാക്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വായിച്ച് നോക്കുമ്പോൾ ഞാൻ ശരിക്കും ഷോക്കായിപ്പോയി.
ഞാൻ കേരള വിസയ്ക്കാണ് അപ്ലൈ ചെയ്തത്, പക്ഷേ കോൺട്രാക്റ്റ് വരുന്നത് പ്രീ രജിസ്റ്റേർഡ് നേഴ്സ് എന്ന് പറഞ്ഞൊരു പോസ്റ്റിലോട്ടാണ്. അപ്പോൾ അത് ഫുള്ള് വായിച്ച് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് OET വേണ്ട, നാട്ടിൽ നിന്ന് തന്നെ CBT എഴുതണം, പിന്നെ അവിടെ ചെന്ന് OSCE എക്സാം ക്ലിയർ ചെയ്ത് 1 ഇയർ എക്സ്പീരിയൻസ് കെയറായിട്ടുണ്ടെങ്കിൽ നമുക്ക് നേഴ്സായിട്ട് ജോലി ചെയ്യാം, മാനേജറിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട്. അപ്പോൾ ഞാൻ ഓക്കെ, എനിക്ക് പിന്നെയും ടൈം എടുക്കും, എന്നാലും കുഴപ്പമില്ല, നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് നമുക്ക് ദൈവം തന്നത്. അപ്പോൾ ദൈവത്തിനോട് നന്ദി പറഞ്ഞ് ഞാൻ പിന്നെ NMCയുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് എല്ലാം തുടങ്ങി. ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും എല്ലാം ഒരു കറക്റ്റ് ടൈമിൽ നടന്നിട്ടുണ്ടായിരുന്നു. NMCയുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് തുടങ്ങി. അതിനുശേഷം എനിക്ക് കേരള നഴ്സിംഗ് കൗൺസിലിൽ നിന്ന് എന്ത് ചെയ്താലും എനിക്ക് എൻ്റെ അവർ പേപ്പർ നീക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നുക ഫോൺ വിളിക്കാൻ വേണ്ടി. രാവിലെ വിളിച്ചാൽ ഉച്ചയ്ക്ക് അവർ ഫോൺ എടുക്കത്തുള്ളൂ. അങ്ങനെ വിളിച്ച് ഒരു ദിവസം ഉച്ചയ്ക്ക് ഞാൻ ഫോൺ വിളിച്ചപ്പോൾ അവർ ഫോൺ എടുത്തു. അപ്പോൾ എൻ്റെ കയ്യിൽ കൊന്തയുണ്ടായിരുന്നു. കൊന്ത പിടിച്ച് പെട്ടെന്ന് എന്തോ കരയണം എന്ന് തോന്നി, ഒരുപാട് കരഞ്ഞു കഴിഞ്ഞിട്ട് പുള്ളിക്കാരത്തി ഇങ്ങനെ പറഞ്ഞ് വിഷമിക്കേണ്ട എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അന്ന് ഉച്ചയായപ്പോൾ തന്നെ NMCയുടെ പേപ്പറെല്ലാം കേരള നഴ്സിംഗ് കൗൺസിലിൻ്റെ പേപ്പറെല്ലാം ക്ലിയർ ചെയ്തു. അതിനുശേഷം എനിക്ക് CBTയുടെ ഡേറ്റ് എടുക്കാൻ ഉള്ള ടൈമായി. ഡേറ്റ് കാണിക്കുന്നത് 2 month ഒക്കെ കഴിഞ്ഞിട്ടാണ് ഡേറ്റ് കാണിക്കുന്നത്. എൻ്റെ കൂടെയുള്ള പിള്ളേർക്കൊക്കെ ഡേറ്റ് കിട്ടി. അത് കഴിഞ്ഞ് നന്നായി പ്രാർത്ഥിച്ച് ഒന്നുകൂടി നോക്കിയപ്പോൾ ബാംഗ്ലൂർ എനിക്ക് ഒരാഴ്ചത്തേക്കുള്ളിൽ ഡേറ്റ് കിട്ടിയായിരുന്നു. അങ്ങനെ ഞാൻ CBT എക്സാമിന് പോയി കഴിഞ്ഞപ്പം പഠിച്ചതൊന്നും ഓർമ്മയില്ല. കുറേ എന്തൊക്കെയോ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നൈറ്റ് ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സിവിയർ മൈഗ്രെയിൻ ആയിരുന്നു. എനിക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ല. അന്ന് വൈകുന്നേരം ഇരുന്ന് കൊന്ത നന്നായിട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഫോൺ എടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻ സാമ്പിൾസ് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നോക്കുമ്പം എവിടെയൊക്കെ കയറി കുറേ ക്വസ്റ്റ്യൻസൊക്കെ കണ്ടു. അതെല്ലാം നോക്കി. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം ശരിയാണോ തെറ്റാണോ ഉത്തരം അറിയാൻ പറ്റും. അങ്ങനെ കഴിഞ്ഞു. പിറ്റേ ദിവസം എനിക്ക് സെയിം മൈഗ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. എക്സാം ഹാളിൽ പോകുന്നതിൻ്റെ മുമ്പ് ഇരിക്കുന്ന സീറ്റിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ എക്സാം ഹാളിൽ ചെന്നിരുന്നു. എനിക്ക് സിസ്റ്റത്തിൽ നോക്കാൻ പറ്റുന്നില്ല, തലവേദനയായിട്ട്. എങ്ങനെയൊക്കെയോ ക്വസ്റ്റ്യൻസ് എല്ലാം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ പഠിച്ചതൊന്നുമില്ല. മനസ്സിൽ വിചാരിച്ചു മാതാവേ ഞാൻ ഈ എക്സാം തോറ്റല്ലോ, എന്ത് ചെയ്യും എന്നുള്ളൊരു ചിന്തയായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ക്വസ്റ്റ്യൻസ് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ തലേദിവസം എന്താണോ ചെയ്തത് ആ ക്വസ്റ്റ്യൻസ് പിന്നെ എനിക്ക് സിസ്റ്റത്തിൽ വന്നുകൊണ്ടിരുന്നത്. ആ ക്വസ്റ്റ്യൻ പേപ്പറാണ് എനിക്ക് ആ എക്സാമിന് വന്നത്. അങ്ങനെ മാതാവിനോട് വലിയൊരു കൃപ കാണിച്ചു. ഞാൻ ആ CBT എക്സാം ക്ലിയർ ചെയ്തു. അവിടെ നിന്ന് ഇറങ്ങി. അതിനുശേഷം കാര്യങ്ങളെല്ലാം വേഗം പേപ്പർ വർക്കെല്ലാം നീങ്ങി ഞാൻ UK പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓൾമോസ്റ്റ് പ്രശ്നങ്ങളെല്ലാം തീർന്നതാണ് വിചാരിച്ചു. പക്ഷെ അവിടെ വെച്ചെൻ്റെ പ്രശ്നങ്ങൾ തുടങ്ങുമായിരുന്നു. അവിടെ എത്തിക്കഴിഞ്ഞു. മറ്റാർക്കും ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. എനിക്ക് ചെറിയ കാര്യങ്ങളാണെങ്കിൽ എൻ്റെ എല്ലാം ഭയങ്കര ഡിലേ. അപ്പോൾ ആ ഒരു ടൈമിൽ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ നടക്കാത്ത കാര്യങ്ങളെല്ലാം മാതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ ഞാൻ എഴുതി വെക്കാറുണ്ടായിരുന്നു. അതിൽ എഴുതി വെച്ചിട്ട് ഒരു കാര്യം പോലും എനിക്ക് നടക്കാതിരുന്നിട്ടില്ല. എല്ലാം നടത്തി തന്നിട്ടേ ഉള്ളൂ. ടൈം എടുത്ത് കുറച്ച് കരയിപ്പിച്ചിട്ടാണെങ്കിലും എല്ലാം തന്നിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് OSCEക്ക് അവിടെ നിന്ന് തന്നെ ഡേറ്റ് എടുത്ത് തന്നു. നിങ്ങൾക്കറിയാം NHSലൊക്കെ ആണെങ്കിൽ 2 മാസത്തെ കൃത്യമായിട്ട് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ പ്രാക്ടീസൊക്കെ കൊടുത്തിട്ടാണ് പിള്ളേരെ വിടാറ്. പക്ഷേ ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് സെക്ടറാണ്. 5 ദിവസത്തെ ക്ലാസ്സേ കിട്ടിയിട്ടുള്ളൂ. അത് നമുക്ക് പ്രാക്ടീസിനുള്ള മെറ്റീരിയൽസോ കാര്യങ്ങളോ ഒന്നുമില്ല. 5 ദിവസത്തെ ക്ലാസ് എടുത്തു. ഒന്നും അറിയത്തില്ല. യൂട്യൂബിൽ കുറച്ച് വീഡിയോസ് ഉണ്ട്, അത് മാത്രമേ അറിയത്തുള്ളൂ. അങ്ങനെ OSCE എക്സാമിൻ്റെ ദിവസമായി. അപ്പോൾ ആ ടൈമിൽ ഞാൻ ഉടമ്പടിയിലുള്ള പോലെ പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയായിരുന്നു. ധ്യാനം കൂടാറുണ്ടായിരുന്നു. ഉടമ്പടി പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ ഞാൻ ഉടമ്പടിയിലല്ല. അങ്ങനെ ധ്യാനം കൂടുമ്പോഴൊക്കെ എനിക്ക് കുന്തിരിക്കത്തിൻ്റെ സുഗന്ധം ലഭിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ OSCE എക്സാമിൻ്റെ ഡേയിൽ അവിടെ ചെന്നു കഴിഞ്ഞ് എല്ലായിടത്തും ഉപ്പിട്ട്, ഇരിക്കുന്ന ചെയറിൽ ഉപ്പിട്ട്, എക്സാം ഹാളിൽ ഉപ്പിട്ടു, എല്ലായിടത്തും ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം എക്സാമിന് കയറി. എനിക്കാകെ ഫുള്ള് ഇരുട്ടായിരുന്നു. എനിക്ക് എന്താ ചെയ്യേണ്ടത്, ഞാൻ എന്താ ചെയ്തതെന്നൊന്നും എനിക്ക് അറിയത്തില്ല. എല്ലാം ഫുള്ള് ബ്ലാങ്ക് ആയിരുന്നു. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഉള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. എക്സാം കഴിഞ്ഞ് ഇറങ്ങി. ഞാൻ വീട്ടിൽ വിളിച്ച് എൻ്റെ അമ്മയെ വിളിച്ച് പറഞ്ഞു ഞാൻ തോറ്റു, ഒരു സ്റ്റേഷൻ പോലും എനിക്ക് ക്ലിയർ ചെയ്ത് പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. ഭയങ്കര വിഷമിച്ച് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞ് ഒരു ദിവസം അന്ന് എനിക്ക് ഓഫായിരുന്നു. 5-6 ദിവസത്തിനുള്ളിൽ റിസൾട്ട് വരും. അപ്പോൾ ഓഫുള്ള ദിവസം യൂഷ്വലി ഞാനൊരു 9-10 മണിയാകുമ്പോൾ എഴുന്നേക്കുന്നതാണ്. പക്ഷേ ഞാനൊരു 12 മണി വരെ ഞാൻ കിടന്നുറങ്ങുക, ഞാൻ എഴുന്നേൽക്കുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ സ്വപ്നം കാണുവാണ്. എൻ്റെ റിസൾട്ട് വന്നു, ഞാൻ 6 സ്റ്റേഷൻസ് ക്ലിയർ ചെയ്തു, ഇനി 4 സ്റ്റേഷൻസ് കൂടെ ക്ലിയർ ചെയ്യാനുള്ളൂ. അങ്ങനെയാണ് ഞാൻ സ്വപ്നം കാണുന്നത്. പെട്ടെന്ന് ഞാൻ ഞെട്ടി എഴുന്നേറ്റ് സമയം നോക്കുമ്പോൾ 12 മണി. എൻ്റെ ഫോണിൽ കുറേ മെസ്സേജസ് കൂടെയുള്ള പിള്ളേരൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ പെട്ടെന്ന് ഞാൻ മെയിലെടുത്ത് നോക്കുമ്പം റിസൾട്ടാണ് ഞാൻ കാണുന്നത്. റിസൾട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഓപ്പൺ ചെയ്തില്ല. പെട്ടെന്ന് തന്നെ തിരികെ എത്തിച്ച് മാതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ ഫോൺ തുറന്നിട്ട് എൻ്റെ റിസൾട്ട് നോക്കി. ഞാൻ എന്താണോ സ്വപ്നത്തിൽ കണ്ടത് അത് തന്നെയായിരുന്നു എൻ്റെ റിസൾട്ട്. എനിക്ക് 4 സ്റ്റേഷൻസും കൂടി ക്ലിയർ ചെയ്താൽ മതിയായിരുന്നു. അങ്ങനെ രണ്ടാമത്തെ എക്സാമിന് പോകുന്നതിൻ്റെ മുമ്പ് രണ്ടാമത്തെ എക്സാമിന് ഡേറ്റ് എടുക്കണമായിരുന്നു. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഓൺലൈനായിട്ട് എൻ്റെ ബ്രദർ പറഞ്ഞിട്ട് ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്ത് നിയോഗം വെച്ചു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ സ്റ്റേഷൻ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അങ്ങനെ രണ്ടാമത്തെ എക്സാമിന് പോയി. ആദ്യത്തെ എക്സാമിനേക്കാളും മോശമായിരുന്നു എൻ്റെ രണ്ടാമത്തെ എക്സാം. ഞാൻ എന്താ അവിടെ ചെയ്തതെന്ന് അറിയത്തില്ല. സൈൻ ഇടാൻ പറ്റിയിട്ടില്ല. എല്ലാ മിസ്റ്റേക്കും പൊട്ടത്തരമായിരുന്നു ഞാൻ കാണിച്ചത്. എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങി വീണ്ടും ഞാൻ വീട്ടിലിങ്ങനെ വിളിച്ച് സങ്കടപ്പെട്ട് പറയും ഞാൻ ഇനിയും തോക്കും, കാരണം ആകെ 3 അറ്റംപ്റ്റേ ഉള്ളൂ, രണ്ടാമത്തെ അറ്റംപ്റ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഞാൻ തോക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നു വരുന്നത്. അങ്ങനെ എക്സാം കഴിഞ്ഞ് ഞാൻ റൂമിൽ വന്നു. അതും പെട്ടെന്ന് തന്നെ റിസൾട്ട് വന്നായിരുന്നു. ഞാൻ ഓസ്കിയുടെ എക്സാംസും എല്ലാം ക്ലിയർ ചെയ്തു. ഭയങ്കര ഒരു സന്തോഷമായിരുന്നു, ദൈവത്തിന് നന്ദി പറഞ്ഞു. അതിനുശേഷം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എല്ലാം തീർന്നു എന്നാണ്. പക്ഷെ അവിടെ തീർന്നിട്ടില്ല, വീണ്ടും പ്രശ്നങ്ങൾ വരുമായിരുന്നു. ഞങ്ങളുടെ മാനേജറാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടത് NMC രജിസ്ട്രേഷന്. അപ്പം പെട്ടെന്ന് തന്നെ പുള്ളിക്കാരത്തി നല്ലൊരു വ്യക്തിയായിരുന്നു. പുള്ളിക്കാരത്തി റിസൈൻ ചെയ്തു പോയി, പുതിയ ആൾ വന്നു. പുതിയ ആൾ വന്നു കഴിഞ്ഞപ്പം ആൾക്ക് എന്തോ എന്നോട് ഭയങ്കര ഒരു ദേഷ്യമുള്ള പോലെയാണ്. ഞാനൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, പുള്ളിക്കാരത്തിക്ക് എന്നെ തീരെ ഇഷ്ടമല്ല. അപ്പോൾ എൻ്റെ കൂടെയുള്ള വേറൊരു ചേട്ടനുണ്ട്, ചേട്ടനും എല്ലാം സപ്പോർട്ട് ചെയ്ത് സൈൻ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ പുള്ളിക്കാരത്തി എനിക്ക് എന്ത് ചെയ്താൽ തരുന്നില്ല. ഒരുപാട് ഞാൻ ചോദിച്ചു, പക്ഷേ പുള്ളിക്കാരത്തി സമ്മതിക്കുന്നില്ലായിരുന്നു. കാരണം കിട്ടുമ്പോഴൊക്കെ ദേഷ്യം പറയുക, അല്ല വഴക്ക് പറയുക, മറ്റുള്ളവരുടെ ഉപയോഗിച്ച് വഴക്ക് പറയുക, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നോക്കുക, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അപ്പം ആ ടൈമിൽ ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഞാനിവിടെ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നു, ഓസ്കി പാസ്സായതിൻ്റെ. അപ്പോൾ സാക്ഷ്യം പറയാൻ വേണ്ടി എല്ലാം റെഡിയായി. സിസ്റ്റർ എന്നോട് പറഞ്ഞു കയറിക്കോളാൻ പറഞ്ഞു. അപ്പോഴാണ് ഇവിടെ ക്യാമറ നോക്കിക്കൊണ്ടിരുന്ന വേറൊരാളായിരുന്നു. ആളെൻ്റെ പെട്ടെന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ പേപ്പർ വായിച്ച് നോക്കിയിട്ട് പറഞ്ഞു ഈ സാക്ഷ്യം കംപ്ലീറ്റ് അല്ലല്ലോ, പിൻ നമ്പർ കിട്ടിയാലല്ലേ പറയാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു അന്ന് ഇപ്പോൾ പറയേണ്ട, പിൻ നമ്പർ കിട്ടിയിട്ട് വന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് എന്നെ തിരിച്ചു വിട്ടു. അപ്പോൾ ഇവിടുന്ന് ഞാൻ ഇറങ്ങുമ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ ചിന്തയാണ്, ഞാൻ എങ്ങനെ പിൻ നമ്പർ കിട്ടിയിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയും, അതൊരിക്കലും നടക്കൂലല്ലോ മാതാവെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിട്ടാണ് ഞാൻ ഇറങ്ങി പോകുന്നത്. അപ്പം അതിനുശേഷം ഞാൻ തിരിച്ച് UK പോയി. മാറ്റങ്ങളൊന്നുമില്ല, പുള്ളിക്കാരത്തി സെയിം ആ ഒരു മൂഡിൽ തന്നെയാണ്. അങ്ങനെ പെട്ടെന്നാണ് അപ്പോൾ ആ ഒരു ടൈമിൽ പ്രാർത്ഥനയുടെ ശക്തി കൂട്ടി നന്നായിട്ട് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഉടമ്പടിയിലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ തുടങ്ങി. എൻ്റെ വീട്ടിൽ എൻ്റെ മാതാപിതാക്കൾ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു ടൈമിലാണ് എൻ്റെ അച്ഛൻ ഉപവാസം എടുക്കാൻ തുടങ്ങി. ഒരു 7 ദിവസത്തെ ഉപവാസം എടുത്തോളാം എന്ന് പറഞ്ഞ് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അപ്പം അപ്പോഴത്തേക്കും പെട്ടെന്ന് കുറേ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. പുള്ളിക്കാരത്തി വേറൊരാളോട് പറഞ്ഞു അവളെ ഒരു ദിവസം അസസ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഞാൻ പിൻ നമ്പറിന് ഹെൽപ്പ് ചെയ്യാം. അപ്പം ആ ഒരു പുള്ളിക്കാരത്തി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല, അതെങ്ങനെ സാധിക്കും, അങ്ങനെ ഒരു രീതിയിലായിരുന്നു. അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി മാനേജറെന്ന് ഡയറക്റ്റായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ റിസൈനാണ്, ഞാൻ പോകുന്നതിന് മുമ്പ് നിന്നെ പിൻ നമ്പറിന് കിട്ടാൻ സഹായിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം ഓക്കെ ആയി. പുള്ളിക്കാരത്തി എൻ്റെ പേപ്പറെല്ലാം സൈൻ ചെയ്ത് തന്നു. എല്ലാം ഞങ്ങൾ NMC വിട്ടു. ആ വിട്ട പേപ്പറിലെല്ലാം ഞാൻ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ആ വിട്ട പേപ്പർ രണ്ടാമത് വീണ്ടും മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു വന്നു. അപ്പം ഒന്നുകൂടി നന്നായി പ്രാർത്ഥിച്ച് എല്ലാം കറക്റ്റായി ഫില്ല് ചെയ്ത് ഇട്ടു. എനിക്ക് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് പിൻ നമ്പർ ലഭിച്ചു. ഞാനിപ്പോൾ UK രജിസ്റ്റേർഡ് നഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ജോലിയുടെ ഇടയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പം അതിലെല്ലാം ഉടമ്പടിക്കാശ്രമം വെച്ച് പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ മാതാവ് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു മനസ്സിലിങ്ങനെ തോന്നിപ്പിക്കും ഇതിങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ അതെങ്ങനെ ചെയ്യണം എന്ന് നമുക്ക് പറഞ്ഞു തരാറുണ്ട്. അങ്ങനെ ചെയ്തെന്നൊക്കെ ഒരുപാട് പ്രശ്നത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു എനിക്ക് ലഭിച്ചൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ വീട്ടിൽ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഞങ്ങൾ പുതിയ സ്ഥലത്തോട്ട് മാറിയപ്പോൾ നമുക്ക് വെള്ളമില്ലായിരുന്നു, പഞ്ചായത്ത് വെള്ളമായിരുന്നു. അങ്ങനെ അടുത്തുള്ളവരൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് എൻ്റെ അമ്മ ഉടമ്പടി ഉപ്പിട്ട് അവിടെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. പ്രാർത്ഥിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് കുഴൽക്കിണർ കുത്താൻ സാധിച്ചു. വെള്ളം കിട്ടിയില്ലായിരുന്നു ആദ്യം, ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. ഇപ്പോൾ കുടിച്ചാൽ തീരാത്തത്രയും വെള്ളം ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്, വെള്ളത്തിൻ്റെ പ്രശ്നം മാറിയിട്ടുണ്ട്. മെഴുകുതിരിയിൽ എനിക്ക് മാതാവിൻ്റെ കുറേ അടയാളങ്ങൾ കിട്ടിയിട്ടുണ്ട്, റോസാപ്പൂ കണ്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് പിൻ നമ്പർ ലഭിക്കുന്ന ആ ഒരു ടൈമിൽ എനിക്ക് ഈശോയുടെ ഈ 2 പാദങ്ങൾ എനിക്ക് മെഴുകുതിരിയിൽ തെളിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു, പച്ച മെഴുകുതിരിയിൽ. പിന്നെ പ്രേക്ഷിത പ്രാർത്ഥനയായിട്ട് ഞാൻ ചെയ്യുന്നത് ഉടമ്പടി എടുത്ത് വന്നപ്പോൾ പത്രം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പുറത്ത് ദൂരെയുള്ള വീടുകളിലൊക്കെ പോയി പത്രം കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധ്യാനങ്ങൾ ഷെയർ ചെയ്യും, ഫ്രണ്ട്സിന് സാക്ഷ്യങ്ങളെല്ലാം ഷെയർ ചെയ്യാറുണ്ട്. അറിയാവുന്നവരോടൊക്കെ മാതാവിനെക്കുറിച്ചും കൃപാസനത്തെക്കുറിച്ചും പറയാറുണ്ട്. പിന്നെ കാരുണ്യപ്രവർത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലോട്ട് നമ്മൾ പൈസ ഇട്ട് കൊടുക്കുമ്പം പാരൻസാണ് ഇവിടെ ഓൾഡ് ഏജ് ഹോമിലൊക്കെ സഹായിക്കാറുണ്ട് ഫിനാൻഷ്യലി, അല്ലെങ്കിൽ സാധനങ്ങൾ മേടിച്ചിട്ട്. പിന്നെ അവിടെയാണെങ്കിൽ ഞാൻ ഹോംലെസ് പീപ്പിളിന് ഫുഡ് മേടിച്ച് കൊടുക്കാറുണ്ട്, ഫുഡ് ബാങ്കിലോട്ട് ഫുഡ് സപ്ലൈ ചെയ്യാറുണ്ട്. അതുപോലെ നമ്മുടെ മുന്നിൽ ആര് വന്നാലും നമ്മൾ സഹായിക്കാറുണ്ട്. പിന്നെ ആത്മീയമായിട്ട് എനിക്ക് വന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥനയിൽ കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാൻ സാധിച്ചു. ഇപ്പോൾ പ്രാർത്ഥിക്കാതെ നമ്മൾ കിടന്നുറങ്ങത്തില്ല, എന്നും കൊന്ത ചൊല്ലും, പ്രദക്ഷീകരണ പ്രാർത്ഥന, സായന പ്രാർത്ഥന എല്ലാം ചൊല്ലാറുണ്ട്, ധ്യാനം കൂടാറുണ്ട്, ഓഫുള്ള ദിവസം ധ്യാനം കൂടി തീർക്കാറുണ്ട്. പിന്നെ കുർബാന മുടക്കാറില്ല, കുർബാന ഓഫുള്ള ദിവസങ്ങളിലൊക്കെ കുർബാനയ്ക്ക് പോവാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി സമർപ്പിക്കുന്നു. എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിന് ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് രഞ്ജിത.
ഇതെൻ്റെ ഭർത്താവ് സന്ദീപ്, ഇതെൻ്റെ കുട്ടി വിഹാൻ. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 19/12/2023 ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല ബാക്ക് പെയിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കൃപാസനത്തെ പറ്റി അറിയുന്നത് എൻ്റെ ഭർത്താവ് മുഖേനയാണ്. അപ്പോൾ ഭർത്താവിന് ബ്ലോക്കിലാണ് ജോലി. അപ്പോൾ അവിടുത്തെ സാറുമാർ പത്രം നൽകുകയും അതിനെപ്പറ്റി അറിയുകയും ഞാൻ പിന്നെ അത് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് അത് മനസ്സിലാക്കുകയൊക്കെ ചെയ്തു. അതിന് ശേഷം ഇവിടെ വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുഞ്ഞിനെ ലഭിക്കണം, അതുപോലെ തന്നെ ബാക്ക് പെയിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളായിരുന്നു ഇവിടെ വരാനുള്ള കാരണം. അപ്പോഴേക്കുമാണ് ഞാൻ കൺസീവ് ആണെന്ന് അറിയുന്നത്. അപ്പോൾ അറിഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ, അപ്പോൾ നല്ലൊരു വാർത്തയായി എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ വന്നു. 18-ാം തീയതി വൈകുന്നേരം വന്നു, 19-ാം തീയതി പുലർച്ചെ തന്നെ ഇവിടെ എത്തി. ഇവിടെ എത്തിയപ്പോഴേക്കും എനിക്ക് തീരെ വയ്യ, വയറുവേദന, നടുവേദന, ബ്ലീഡിങ്, അങ്ങനെ കുറേ ഇഷ്യൂസായി. അപ്പം ഞാൻ വിചാരിച്ചു ഇത് കുഴപ്പമുണ്ടാവില്ല, ചെറിയ രീതിയിലൊക്കെ സ്പോട്ടിങ് അങ്ങനെ കാര്യങ്ങളുണ്ടല്ലോ, അപ്പോൾ അതാണെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് ശേഷം പിന്നെ ഇവിടെ ഉടമ്പടി ക്ലാസ്സിൽ കയറി. അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്ക് എന്തായാലും ശരി, ഞാൻ എന്തായാലും ഇത് ഉടമ്പടിയിൽ വന്നതല്ലേ, ഞാൻ എന്തായാലും ഉടമ്പടി എടുക്കും. അങ്ങനെ ഞാൻ തീരുമാനിച്ചു, ഉടമ്പടി എടുത്തു. ഇവിടുന്ന് ഉച്ച കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് പുറപ്പെട്ടു. അതിന് ശേഷം ഹസ്ബൻഡിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ബ്ലീഡിങ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പോൾ ഭർത്താവിന് ഉള്ള വിശ്വാസമൊക്കെ പോയി. ഇവിടെ വന്നില്ലേ, എന്നിട്ടും നിനക്ക് ഇത്ര ബ്ലീഡിങ്ങും കാര്യങ്ങളും കുട്ടീനെ ഉള്ളതും പോയി, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തിയിരുന്നു. അതിന് ശേഷം ഞാൻ ഭക്ഷണം കഴിച്ചു. ഫുള്ള് പോകുന്ന വഴിയിൽ ഫുള്ള് വൊമിറ്റിങ്ങും ബാക്ക് പെയിനും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടി നേരെ പോകുന്നത് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്കാണ്. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ വന്നത് ഇവിടെ അമ്മ മാതാവിൻ്റെ അടുത്ത് ഞങ്ങളുടെ കാര്യങ്ങൾ അവതരിപ്പിച്ചതിന് ശേഷം മാത്രമേ ഹോസ്പിറ്റലിൽ പോകൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിന് ശേഷമാണ് ഞങ്ങൾ അങ്ങനെ നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു ഇത് ഇച്ചിരി കണ്ടീഷൻ മോശമാണ്, ഞങ്ങൾക്ക് തോന്നുന്നത് ഇത് എക്ടോപിക് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി പിറ്റേ ദിവസം അത് സ്കാൻ ചെയ്തു. അപ്പോൾ എക്ടോപിക് ആണെന്ന് മനസ്സിലായി. അപ്പോൾ അന്ന് തന്നെ ഞങ്ങൾക്ക് സർജറി ഒരു ട്യൂബ് റിമൂവ് ചെയ്തു. അപ്പോൾ എല്ലാവരും പല രീതിയിലും കുറ്റപ്പെടുത്തി, ഇവിടെ വന്നിട്ടായിരിക്കും പോയത്, അങ്ങനെ പല വിമർശനങ്ങളും ഞാൻ നേരിട്ടിരുന്നു. എന്നാലും അതിലൊന്നും ഞാൻ തളർന്നില്ല. ഞാൻ പ്രാർത്ഥനയും മുന്നോട്ട് പോയി. എന്തായാലും ഞാൻ ഉടമ്പടിയിൽ ജീവിച്ചു, ഇനിയും മുന്നോട്ട് തന്നെ ജീവിക്കും, അങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് വന്നു. അതിനുശേഷം എനിക്ക് പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യപ്രവൃത്തികളും ആ സമയത്തൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇങ്ങനെ ഒരു കണ്ടീഷനായിരുന്നു, അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ ആയിരുന്നു. അപ്പോൾ എനിക്ക് സങ്കടമായി. എനിക്കിതിലൊന്നും നല്ല രീതിയിലൊന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല. എനിക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിനേക്കാളും ഉപരി എനിക്കിതിൽ കൂടുതൽ ഈശോനോടും മാതാവിനോടും അടുക്കണം എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. അതിന് മുന്നേ ഞാനൊരു ക്രിസ്ത്യൻ കോളേജിലും സ്കൂളിലും ഒക്കെയാണ് പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഞാനൊരു നോൺ ക്രിസ്ത്യനാണ്. അതിന് ശേഷം ഞാൻ പിന്നെ എനിക്ക് ഇങ്ങോട്ട് വരണം എന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് എനിക്ക് എൻ്റെ അനിയത്തി ഇങ്ങോട്ട് വരണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ 8/5/2024 പിന്നെയും എനിക്കിങ്ങനെ ഒരു അവസരം കിട്ടി. അപ്പം ഞാൻ ഇങ്ങോട്ട് വന്ന് ഞാൻ ഉടമ്പടി പുതുക്കിയതിൽ ഒരു കാര്യം മാത്രമേ ഞാൻ വെച്ചിരുന്നുള്ളൂ, എനിക്കൊരു കുഞ്ഞിനെ കിട്ടണം. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ വെച്ചിരുന്നുള്ളൂ. പരിശുദ്ധാത്മാവിനെ നൽകി എന്നെ ശക്തീകരിക്കണം. ആദ്യം എനിക്കൊരു പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവൃത്തികളും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ കൂടുതൽ തീക്ഷ്ണമായി പ്രവർത്തിക്കാനും അതിനുള്ള ആത്മധൈര്യം എനിക്ക് നൽകണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിരുന്നുള്ളൂ. ബാക്കിയൊന്നും നിയോഗങ്ങളായി വെച്ചില്ല. അപ്പോൾ ഒരു കുഞ്ഞ് വേണം എന്നുള്ള ഒരാഗ്രഹവും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വെച്ചു. അതിന് ശേഷം ഞാൻ 3 മാസം നല്ല രീതിയിൽ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ പ്രേക്ഷിത പ്രേലകളും പത്രങ്ങളെ വിതരണം ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അതിന് ഞാൻ ലാബിൽ വർക്ക് ചെയ്തായിരുന്നു. അപ്പോൾ അവിടെ പോകുന്ന വഴിയിൽ ഒരു ചാപ്പലിൽ കയറാനിടയായി. അവിടെ നിന്ന് ഒരു ബണ്ടിൽ പത്രം അങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യം നല്ല രീതിയിലൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതിന് പകരമായി തന്നെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി എന്നെക്കൊണ്ടാവുന്ന രീതിയിലൊക്കെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഉൾക്കൊള്ളുവാനായിട്ട് ഈശോനെ കൊടുക്കാനായിട്ടും എനിക്ക് സാധിച്ചു. അതുപോലെ കാരുണ്യപ്രവർത്തികളായിട്ട് എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് കാണുമ്പോൾ അവർക്കൊക്കെ GPay ചെയ്ത് കൊടുക്കാനും ഇതിനൊക്കെ പറ്റിയിട്ടുണ്ട്.
പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് എനിക്ക് നടന്നത്. അതിന് ശേഷം ഉടമ്പടി എടുത്തു. 3 മാസം ആവാനായപ്പോൾ ഞാൻ ലൈറ്റ് ആ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ചെയ്തു. എനിക്ക് ആഗസ്റ്റ് 8 ആകുമ്പോൾ ഉടമ്പടി എന്തോ കംപ്ലീറ്റ് ആവും, അതിന് മുന്നും എനിക്കൊരു സന്തോഷ വാർത്ത കേൾക്കണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ ഒരു സമയത്താണ് എൻ്റെ സഹോദരൻ്റെ ഭാര്യ കൺസീവാണ് എന്നുള്ളൊരു സന്തോഷ വാർത്ത അറിയുന്നത്. അവർക്ക് മൂത്ത മകന് 7 വയസ്സുണ്ട്, രണ്ടാമത്തെ കുട്ടി അപ്പോൾ കൺസീവായി. അപ്പോൾ വളരെ സന്തോഷമായി. ഇപ്പോൾ എനിക്കൊരു കുഞ്ഞുണ്ടായ പോലെ തന്നെയായി. എനിക്ക് ആ ഒരു വാർത്ത കേട്ടപ്പോൾ അവർക്കെങ്കിലും ആയല്ലോ എന്നുള്ളൊരു സന്തോഷത്തിൽ ഞാൻ ഇരുന്നു. അതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പീരിയഡ്സിൻ്റെ ടൈം ആവാറായിരുന്നു. അപ്പോൾ എനിക്ക് ശക്തമായ വയറുവേദനയും ചെറിയ രീതിയിലുള്ള ബ്ലീഡിങ് പോലെയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിനുള്ള പ്രിക്കോഷൻസൊക്കെ വാങ്ങി വെച്ചു, എല്ലാ കാര്യങ്ങളും ചെയ്തു. അപ്പോൾ എന്തായാലും ഞാൻ ആവും എന്നുള്ള വിചാരത്തിൽ ഞാൻ എല്ലാം ഇരിക്കുകയാണ്. ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു, എനിക്ക് നല്ല ബാക്ക് പെയിൻ ഇഷ്യൂസ് ഉണ്ട്, വയറുവേദനയുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു രാത്രിയിൽ എനിക്കൊരു ദർശനം ഉണ്ടായി. മാതാവിൻ്റെ ഒരു 2:57 സമയമായിരുന്നു ആ പുലർച്ചെ. അപ്പോൾ മാതാവിന് എൻ്റെ അച്ഛനുണ്ട്, അച്ഛന് വെള്ളപ്പൊക്കത്തിൽ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ എൻ്റെ ഈ കഴുത്തിൽ കിടക്കുന്ന കാശുരൂപം അപ്പോഴും ഉണ്ട് എൻ്റെ മാലയിൽ. അപ്പോൾ എൻ്റെ മാതാവെ രക്ഷിക്കണേ, ഈ ഒരു വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഉണരുന്നത്. ആ സമയത്ത് പെട്ടെന്ന് എനിക്ക് മാതാവ് പറയുകയാണ്, ഞാൻ പ്രഗ്നൻസി കാർഡ് വെച്ചിരുന്നു. ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടാണ് വെച്ചത്, ഇത് ഞാൻ നോക്കുകയാണെങ്കിൽ ഇതൊരു പോസിറ്റീവ് എന്നുള്ള റിസൾട്ടാണെങ്കിൽ മാത്രം ഞാനിത് എടുക്കുകയുള്ളൂ, നെഗറ്റീവ് ആണെങ്കിൽ ഈ ഒരു കാർഡ് ഞാൻ ഉപയോഗിക്കില്ല എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ നോക്കി, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ആദ്യം തന്നെ. അതിനുശേഷം വിശ്വാസ പ്രമാണം ചൊല്ലി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പോസിറ്റീവായി. അപ്പം തന്നെ ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞു, ഇത് നോക്ക് നമുക്ക് പോസിറ്റീവായി. അപ്പോൾ ഹസ്ബൻഡിന് വിശ്വാസമൊന്നും ആയില്ല. കാരണം ആദ്യം ഒരു അനുഭവം നമുക്കുണ്ടായതുകൊണ്ട് ഹസ്ബൻഡ് പേടിയായിരുന്നു, ഇത് എക്ടോപിക് തന്നെയായിരിക്കും. കാരണം ആ സമയത്ത് എനിക്ക് നല്ല വയറുവേദനയും ഭയങ്കര ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് പീരിയഡ്സ് ആവിൻ്റെ തലേ ദിവസമാണ് ഇതിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ നോക്കിയപ്പോൾ പോസിറ്റീവ് ആയെങ്കിലും ആ ഒരു സന്തോഷമൊന്നും ഹസ്ബൻഡിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായില്ല. എന്നാലും ഞാൻ വിശ്വസിച്ചു, ഇത് എനിക്ക് എന്തായാലും ഉറപ്പായിട്ടും മാതാവ് എനിക്ക് നൽകും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. അങ്ങനെ എനിക്കൊരു ദൈവം തന്ന ഒരു കുഞ്ഞാണ് ഈ വിഹാൻ. പിന്നെ അതുപോലെ തന്നെ ആത്മീയമായിട്ട് എനിക്ക് ഒരുപാട് മുന്നേറാനായിട്ട് പറ്റി. ഏത് കാര്യങ്ങളാണെങ്കിലും, നമുക്ക് ചെറിയ കാര്യമായാലും വലിയ കാര്യമാണെങ്കിലും, ഞാൻ ഏത് കാര്യമാണെങ്കിലും ബൈബിളെടുത്ത് വചനം വായിക്കും. അതിലൂടെ ഈശോ എന്നോട് സംസാരിക്കാറുണ്ട് പലപ്പോഴും. പിന്നെ അതിന് ശേഷമാണ് ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം വാങ്ങണം എന്നുണ്ടായിരുന്നു. അതൊരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. അത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഡിസംബർ 7-ാം തീയതി തന്നെ മാതാവ് ആ ഒരു സ്ഥലം വാങ്ങിക്കാനായിട്ട് അനുഗ്രഹിച്ചു. ആ സ്ഥലം കാണാനായിട്ട് പോകാൻ പറ്റി. അതിന് മുന്നേ ഇതിനൊരു സ്വപ്ന ദർശനം ഉണ്ടായിരുന്നു, ഈ ഒരു സ്ഥലം വാങ്ങുന്നതിനെക്കുറിച്ച്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റബ്ബർ തോട്ടങ്ങളും കാര്യങ്ങളും ഒക്കെയാണെന്ന്. അതേപോലെ ഒരു സ്ഥലം തന്നെ ഞങ്ങൾക്ക് വാങ്ങാൻ പറ്റി. അത് മാതാവ് തന്നു തന്നെയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇനിയും ഞാൻ ഉടമ്പടിയിൽ ജീവിക്കും, തുടർന്ന് ജീവിക്കാൻ തന്നെയാണ് എൻ്റെ ആഗ്രഹം. അതിനെ അമ്മയും ഈശോയും അനുഗ്രഹിക്കണം. ഒരിക്കൽ കൂടി ഈ വേദിയിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ച അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. കുടുംബത്തോടൊപ്പം ഞങ്ങളെ യോഗ്യരാക്കിയതിനെക്കുറിച്ച് ഓർത്ത് പരിശുദ്ധ ദൈവമാതാവിനും അവിടുത്തെ തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. ഞങ്ങൾ കുവൈറ്റിൽ നിന്ന് വരുന്നു. ഇത് എൻ്റെ ഹസ്ബൻഡ് നിതിൻ, ഹസ്ബൻഡിൻ്റെ അമ്മ അനു, മക്കളായ ഡിലാൻ തോമസ് ജോർജ്, ഡിയേഗോ ജോസഫ് ജോർജ്, ഡേവിഡ് വർക്കി ജോർജ്, ഡാനിയൽ മാനുവൽ ജോർജ്. എൻ്റെ പേര് റിൻസി ജോസഫ്. ഞങ്ങൾ ആദ്യമായി ഉടമ്പടി സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൺലൈൻ ഉടമ്പടിയാണ്. അത് ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു വലിയൊരു ഇക്കണോമിക് ക്രൈസിസ് ഉണ്ടാകുകയും അത് ഞങ്ങളാൽ കഴിയത്തില്ലാത്ത രീതിയിൽ അതിൽ നിന്നും മുന്നോട്ട് പോകാൻ സാധിക്കില്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുകയും അതുവഴി ഞങ്ങൾ ആത്മീയമായ രീതിയിൽ ചിന്തിക്കുകയും അങ്ങനെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഫ്രണ്ട് ഇവിടുത്തെ സാക്ഷ്യങ്ങളെല്ലാം വാട്സാപ്പ് സ്റ്റാറ്റസ് ഇടുന്നത് കണ്ടു. അങ്ങനെ ഹസ്ബൻഡ് അവരോട് ചോദിച്ചു, എങ്ങനെയാണ് ഉടമ്പടി എടുക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അവർക്ക് കിട്ടിയ സാക്ഷ്യങ്ങളും അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു തരികയും അതുവഴി
ഞങ്ങൾ അന്നേ ദിവസം തന്നെ, അതായത് സെപ്റ്റംബർ 30 2023 ഓൺലൈൻ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്തു. ആ ഓൺലൈൻ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് ജോലിയില്ലായിരുന്നു. ഞാൻ റിസൈൻ ചെയ്ത് 2022 നിൽക്കുന്ന സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് ആകുകയും നാട്ടിലോട്ട് പോരുകയും ചെയ്തു. ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞാണ് ഞങ്ങൾക്ക് ഈ ഇക്കണോമിക് ക്രൈസിസ് ഉണ്ടാകുന്നത്. അതുവഴി ഒരു ജോലി ലഭിക്കണമെന്ന ഒരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ 2023 തിരിച്ച് ഞങ്ങൾ കുവൈറ്റിന് ചെല്ലുകയും ആ സമയത്ത് ഞങ്ങൾ മൂത്ത മകനെ കൊണ്ടുപോയില്ല, അവൻ നാട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ തിരിച്ചു ചെന്നപ്പോൾ ഒരു ജോലി ലഭിക്കാൻ വേണ്ടി പല ക്ലിനിക്കുകളിലും ഞാൻ എൻ്റെ CV കൊടുത്തു. പക്ഷേ അവിടെയൊന്നും എനിക്ക് ജോലി ലഭിച്ചില്ല. കാരണം ഞാൻ റിസൈൻ ചെയ്ത് ഇറങ്ങുന്ന ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് NOC കിട്ടിയില്ലായിരുന്നു, ലൈസൻസ് മാറ്റാൻ സാധിക്കില്ലായിരുന്നു. പക്ഷേ അവിടുത്തെ വേറൊരു ഹോസ്പിറ്റലിൽ, ഞാൻ വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റലിൻ്റെ ഒരു റിലേറ്റീവിൻ്റെ ഹോസ്പിറ്റലാണ്. അവിടെ ഞാൻ CV കൊടുക്കുകയും അവിടുന്ന് എനിക്ക് അവർ ഇൻ്റർവ്യൂവിന് വിളിച്ചു. അവർ എൻ്റെ എല്ലാ ലൈസൻസ് മാറ്റാം, ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് അവരെന്നെ വിളിച്ച് ഈ ഓൺലൈൻ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം 10 ദിവസത്തിനുള്ളിൽ എനിക്ക് ജോലി തരികയും ചെയ്തു. അത് കഴിഞ്ഞ് 2023 ഡിസംബറിൽ ഹസ്ബൻഡ് നാട്ടിൽ വരികയും 9 ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുകയും ചെയ്തു. ആ ഓൺലൈൻ ഉടമ്പടിയിൽ ഞങ്ങൾ ആദ്യം വെച്ചത് എൻ്റെ ജോലിയായിരുന്നു. ആ 10 ദിവസത്തിനുള്ളിൽ അമ്മ എനിക്ക് ജോലി നൽകി. അതുപോലെ ഞങ്ങൾ കുടുംബത്തോടൊപ്പം അവിടെ ജീവിക്കാനായിരുന്നു ആഗ്രഹിച്ചത്. മൂത്ത മകൻ നാട്ടിലായിരുന്നു, കാരണം അവന് ഒരു വിസ ഇഷ്യൂ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവനെ കൊണ്ടുവരാൻ സാധിച്ചില്ലായിരുന്നു. ഹസ്ബൻഡ് ഡിസംബറിൽ നാട്ടിൽ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്ത് തിരിച്ചു പോരുമ്പോൾ അവൻ്റെ വിസയും കാര്യങ്ങളും എല്ലാം റെഡിയാകുകയും അമ്മ മാതാവ് അതെല്ലാം റെഡിയാക്കി ഞങ്ങൾക്ക് തരികയും തിരിച്ച് ഹസ്ബൻഡ് പോരുന്ന സമയത്ത് കുഞ്ഞിനെ കൊണ്ടുവരുവാനും സാധിച്ചു. അങ്ങനെ ഈ കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നില്ലായിരുന്നു, കാരണം ആ സമയത്ത് അവിടെ അഡ്മിഷൻ എല്ലാം തീർന്നിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒത്തിരി അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു സ്കൂളിൽ മാത്രമായിരുന്നു അഡ്മിഷൻ ഓപ്പൺ ആയിരുന്നത്. അവിടെ ഞങ്ങൾ ചെല്ലുകയും ഈ കുഞ്ഞുങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇവരൊന്നും എഴുതുകയൊന്നും ചെയ്തില്ല. പക്ഷേ പരിശുദ്ധ ദൈവമാതാവിനോട് ഞങ്ങൾ അവിടെ ഇരുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷൻ തരാമെന്ന് അവർ പറഞ്ഞു. ഞങ്ങളുടെ കയ്യിൽ പൈസയൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് നഷ്ടമായ കുറേ പൈസ ഉണ്ടായിരുന്നു. അതിൽ നിന്നും കുറച്ച് പൈസ കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്ക് ഇവരുടെ അഡ്മിഷനൊക്കെ എടുക്കാൻ സാധിക്കുള്ളായിരുന്നു. അങ്ങനെ ഞങ്ങൾ പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചൊല്ലി. അപ്പോൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അന്നേ ദിവസം എന്നാണോ ഞങ്ങൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി, അതായത് ലാസ്റ്റ് ദിവസമായിരുന്നു ആ സ്കൂളിൻ്റെ. ആ ലാസ്റ്റ് ദിവസം ഞങ്ങൾക്ക് പൈസ അമ്മ മാതാവ് ഈ തരാനുള്ള ആളിൽ നിന്ന് ഞങ്ങൾക്ക് തരികയും അവിടെ അഡ്മിഷൻ എടുക്കാനും സാധിച്ചു. അന്നേ ദിവസം രാത്രിയിൽ ഞങ്ങളുടെ വീട് നിറഞ്ഞ സുഗന്ധാഭിഷേകം ഞങ്ങൾക്ക് കിട്ടി. അതിനുശേഷം ഞാനവിടെ ജോലി ചെയ്ത് വന്നുകൊണ്ടിരുന്ന സമയത്ത് ഈ 2024 മെയ് മാസം വണക്കമാസ പ്രാർത്ഥന ഞങ്ങൾ രണ്ടുപേരും, ഞാനും ഹസ്ബൻഡും നോമ്പെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ 1 തീയതി ഞാൻ ഈ 4ാമത്തെ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുകയും ചെയ്തു. 2025 ജാനുവരി മാസം 1 തീയതി ഈ കുഞ്ഞിനെ മാതാവ് ഞങ്ങൾക്ക് ഒരു കുഴപ്പവും കൂടാതെ നൽകി അനുഗ്രഹിച്ചു. അതുപോലെ 2021 ഞാൻ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നു. അത് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് കുവൈറ്റിൻ്റെ ആയിരുന്നു. ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടാണ് ഞാൻ നാട്ടിലോട്ട് ആദ്യം പോരുന്നത്. അങ്ങനെ നാട്ടിൽ വന്ന് നിൽക്കുന്ന സമയത്ത് 2023 ജൂലൈ മാസത്തിൽ അവിടെ നിന്ന് ഒരു കോൾ എനിക്ക് വന്നു. നിങ്ങൾക്ക് ജോലി പ്രോസസ്സിങ് ചെയ്യാം, നിങ്ങളുടെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാൻ ഇരിക്കുമ്പോൾ അവർ പറഞ്ഞു 2 ആഴ്ചക്കുള്ളിൽ നിന്നെ ഞങ്ങൾ വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ 2 ആഴ്ചക്കുള്ളിൽ എന്നെ വിളിച്ചില്ല. അപ്പോൾ ഹസ്ബൻഡ് അവിടെ ജോലി ചെയ്യുമായിരുന്നു. ഹസ്ബൻഡ് അവിടെ പോയി അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞാൻ എക്സാം എഴുതിയ ആ ബാച്ചിലുള്ള എല്ലാവരുടെയും എക്സാം പേപ്പർ മിസ്സിങ് ആയതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, അതുകൊണ്ട് ഈ ജോലി നിങ്ങൾക്ക് തരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ വളരെയേറെ വിഷമിച്ചിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കുവൈറ്റിലോട്ട് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോഴും ഹസ്ബൻഡ് ഇവിടെ വന്നത് തീർത്ഥാടന ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോഴും ഞാനും ഹസ്ബൻഡും ഞങ്ങൾ കുടുംബത്തോടൊപ്പമാണ് പ്രാർത്ഥനകളെല്ലാം നടത്തിയിരുന്നതും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നതും. അമ്മയോട് ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. മാതാവേ, നഷ്ടപ്പെട്ട ജോലി ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു. അവിടുത്തെ അഖണ്ഡ ജപമാല ഗ്രൂപ്പിൽ ഞങ്ങൾ 2 പേരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കാറുണ്ട്, മിഷൻ മദർ മേരിയിൽ.
അങ്ങനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്തും ഈ നിയോഗം ഞാൻ അമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പരിശുദ്ധ ദൈവമാതാവേ, ആ ജോലി എനിക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന്. അമ്മ മാതാവ് 2024 മെയ് മാസം ഞാൻ ഈ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുകയും ആ മെയ് മാസം തന്നെ, വണക്കമാസത്തിൽ തന്നെ 28-ാം തീയതി അവിടുന്ന് എനിക്ക് ഒരു കോള് വന്നു. നിങ്ങളുടെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തോളൂ, നിങ്ങളുടെ ജോലി റെഡിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നിൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് നിനക്ക് ഈ ജോലിയിൽ പ്രവേശിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രോസസ്സിങ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഈ ജോലി എനിക്ക് പരിശുദ്ധ ദൈവമാതാവ് കൊണ്ടുതന്നതാണെന്ന് ഉറപ്പാണ്. കാരണം ആ മെയ് മാസം വണക്കമാസ പ്രാർത്ഥനയിൽ ലാസ്റ്റ് ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുകയുണ്ടായി, ഈ വണക്കമാസ പ്രാർത്ഥന ചൊല്ലി പങ്കെടുത്ത് പ്രാർത്ഥിച്ച എല്ലാവരെയും മാതാവ് അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആ 28-ാം തീയതിയാണ് ഈ ജോലി നിനക്ക് തരാമെന്ന് പറഞ്ഞ് അവർ വിളിക്കുന്നത്. അങ്ങനെ എൻ്റെ പ്രോസസ്സിങ് സമയത്ത് ഒത്തിരി ഡിലേ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് സെക്യൂരിറ്റി ക്ലിയറൻസ് ചെയ്യണമായിരുന്നു, മെഡിക്കൽ ചെയ്യണമായിരുന്നു. മെഡിക്കലിൻ്റെ വാലിഡിറ്റി 3 മാസത്തേക്ക് മാത്രമേ ഉള്ളൂ. സെക്യൂരിറ്റി ക്ലിയറൻസിൻ്റെ വാലിഡിറ്റി 6 മാസമാണ്. അങ്ങനെ ഞാൻ പോകുന്ന വഴിയിലും എവിടെയൊക്കെയാണോ സെക്യൂരിറ്റി ക്ലിയറൻസ് ചെയ്യാൻ പോയയിടത്തും മെഡിക്കൽ ചെയ്യാൻ പോയയിടത്തും എല്ലാം ഉടമ്പടി ഉപ്പ് വിതറി വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ ഓരോ പേപ്പർ വർക്കുകളും ദൈവത്തിൻ്റെ കൃപയാൽ പരിശുദ്ധ ദൈവമാതാവ് നടത്തി തന്നു. അങ്ങനെ 2025 മെയ് മാസം 9-ാം തീയതി ഞാൻ അവിടെ ജോലിയിൽ പ്രവേശിച്ചു. ആ 28-ാം തീയതിയാണ് എനിക്ക് എൻ്റെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടുന്നത്. ഈ 8-ാം തീയതി 9-ാം തീയതി ഇതെല്ലാം ഞങ്ങൾക്ക് ദൈവമാതാവ്, ഞങ്ങൾ ഉടമ്പടി തിരി കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോഴും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയത്തും ഞങ്ങൾക്ക് തിരിയിൽ അടയാളമായി 8 എന്ന നമ്പർ, 9 എന്ന നമ്പർ എല്ലാം കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ ഹാർട്ട്, ഈശോയുടെ ഹാർട്ട്, പരിശുദ്ധ അമ്മയെ ചിറക് വിരിച്ച അമ്മയെ കാണിച്ചു തന്നിട്ടുണ്ട്. ഡിവൈൻ മേഴ്സി കാണിച്ചു തന്നിട്ടുണ്ട്. പരിശുദ്ധ ആത്മാവ് പ്രാപൻ്റെ രൂപത്തിലുള്ള രൂപം കാണിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അടയാളങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം മുൻപേ തന്നെ അമ്മ മാതാവ് തിരിയേൽ ഞങ്ങൾക്ക് അടയാളമായി കാണിച്ചു തന്നിട്ടുണ്ട്. അമ്മ മാതാവ് ചെയ്തു തന്ന ഈ വലിയ ഒരു അനുഗ്രഹത്തെക്കുറിച്ച് ഓർത്ത് ഞാൻ എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. പ്രേക്ഷ്യപ്രാർത്ഥനയായി ഞങ്ങൾ ചെയ്യാറുള്ളത് കൃപാസനത്തിൽ നിന്ന് പല ഭാഷകളിലെ പത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കും. മലയാളം, ഇംഗ്ലീഷ്, കന്നഡ, തമിഴ്, ഹിന്ദി, ഇങ്ങനെ പല ഭാഷകളിൽ കുവൈറ്റിലെ പല ഭാഗത്ത് ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കും. നേരിട്ട് അറിയാവുന്നവരും അറിയത്തില്ലാത്തവരുമായ ഒരുപാട് പേരുടെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിയോഗം ചേർത്ത് പ്രാർത്ഥിക്കാറുമുണ്ട്. കാരണം ഒരു ജപമാല അവർക്ക് വേണ്ടി സമർപ്പിച്ച് ചൊല്ലാറുമുണ്ട്. അതുപോലെ തന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ കാർഡ് ഒരു പേപ്പറിൽ പ്രത്യക്ഷ പ്രാർത്ഥന പല ഭാഷയിൽ QR കോഡ് കൂട്ടി പ്രിൻ്റ് ചെയ്തിട്ട് കൊടുക്കും. ഈ പത്രത്തിൻ്റെ കൂടെ തന്നെ അവർക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാനായിട്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഇവിടെ നാട്ടിലാണെന്ന് പറഞ്ഞാലും ഓൺലൈനിൽ പറ്റുന്ന പോലെ കാരുണ്യപ്രവൃത്തി ചെയ്യാറുണ്ട്. പിന്നെ ഭക്ഷണം വാങ്ങിച്ച് കൊടുക്കാറുണ്ട്. അവിടെയാണെന്ന് പറഞ്ഞാലും ഭക്ഷണങ്ങൾ വാങ്ങിച്ചു കൊടുക്കും പലർക്കും. ഇതുപോലെ സാമ്പത്തികമായിട്ട് പ്രധാനമായിട്ട് സാമ്പത്തിക സഹായമാണ് ചെയ്യുന്നത്. നമ്മളെ കൊണ്ട് സാധിക്കുന്ന പോലെ ചെയ്യാറുണ്ട്. സാമ്പത്തിക സഹായം ചെയ്യും. പിന്നെ നാട്ടിൽ അയച്ചു കൊടുക്കും. പിന്നെ ചില ഹോസ്പിറ്റലിലൊക്കെ കേസുകൾ വരുമ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ജപമാല കെട്ടി ഞങ്ങൾ കൊടുക്കാറുണ്ട്. മിഷൻ മദർ മേരി ഗ്രൂപ്പിൻ്റെ കൂടെ ജപമാല കെട്ടി കൊടുക്കാറുണ്ട്. ദൈവം തന്ന എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരുപാട് ദൈവാനുഭവങ്ങൾ ഇതോടെ സാധിച്ചു. കാരണം ആദ്യത്തെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ മക്കൾക്കൊരു നല്ലൊരു മാതൃകയാകാനുള്ള പറ്റിയിട്ടില്ല. അതുപോലെ ഒരു ഇഷ്ടമുള്ള പോലെ അവരും ചെയ്ത് നടക്കുമായിരുന്നു. നേരെ പള്ളിയിൽ പോലും പോകുന്നില്ലായിരുന്നു. ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ദൈവത്തിൻ്റെ പ്രസൻസ് കൂടെ വരുമെന്ന് പറഞ്ഞാൽ കൂടെ വരുന്ന ദൈവത്തെ മനസ്സിലാകുന്നു. അമ്മ കൂടെ വരും, ഈശോ കൂടെ വരുമെന്ന് പറഞ്ഞാൽ ശരിക്കും കൂടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ദൈവം ഉണ്ട്. ആദ്യം ഒരു വിശ്വാസമായിരുന്നു. പക്ഷേ അതൊരു അനുഭവമാക്കി ഓരോ പരിശുദ്ധ കുർബാനയിലും അത് സ്വീകരിക്കുമ്പോൾ ശരിക്കും ഈശോ അപ്പമായിട്ട് മാറുന്നുണ്ട്. ഈശോയുടെ ശരീരം രക്തമായി മാറുന്നുണ്ട്. അത് പല ടേസ്റ്റ്, അതായത് നാവ് പൊള്ളുന്ന രീതിയിൽ മധുരമായിട്ട് നമ്മൾ കുമ്പസാരമൊക്കെ ഒന്ന് ഇച്ചിരി കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 ആഴ്ച എന്നുള്ള 3 ആഴ്ചയൊക്കെ ആയി കഴിഞ്ഞാൽ അത് ചിലപ്പം കയ്പായിട്ടും പുളിയായിട്ടൊക്കെ മാറും. അല്ലാത്ത മധുരമായിട്ട് ഞങ്ങൾക്ക് 2 പേർക്കും അതിൻ്റെ അനുഭവം കിട്ടിയിട്ടുണ്ട്.
കൂട്ടത്തിൽ വരുന്ന അനുഭവം. ഇതുപോലെ എൻ്റെ കയ്യിൽ നിന്ന് കാശ് രൂപം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഞാൻ നോക്കിക്കൊണ്ട് വന്നപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കാശ് രൂപം മാഞ്ഞു പോയി. പള്ളിയിൽ കയറാണ്ട് അവിടെ ഒരു ഫോൺ വന്ന് ഇമ്പോർട്ടൻ്റ്, പള്ളിയാണ്, കുർബാനയാണ്, പരിശുദ്ധ കുർബാനയാണ് ഇമ്പോർട്ടൻ്റ്. അത് ഒരു നിമിഷം ആ ഫോൺ വന്നപ്പോൾ ഫോൺ വെക്കാഞ്ഞതിന് കയ്യിൽ നിന്ന് കാശ് രൂപ മാഞ്ഞു പോയി. പിന്നെ ക്ഷമ പറഞ്ഞ് മനസ്സാപുരം ചൊല്ലിക്കൊണ്ട് മുട്ടയൊക്കെ തീർന്ന് അവിടെ അമ്മയോട് പറഞ്ഞു. അപ്പോൾ ആ നോക്കിക്കൊണ്ട് വന്നപ്പോൾ തന്നെ ഒരടി പൊക്കത്തിൽ നിന്ന് ആകാശം നിട്ട് വന്നു. ശരിക്കും ദൈവം ഒരു യോഗ്യതയില്ല, എന്തുമാത്രം അനുഗ്രഹങ്ങൾ തന്നേക്കുന്നതെന്ന് നന്ദി പറഞ്ഞാൽ തീരത്തില്ല. അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുമ്പോൾ മാറുന്ന സാധിക്കുന്ന എല്ലാ ദിവസങ്ങളും, ചിലപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം വല്ലതും മിസ്സായെങ്കിലേ ഉള്ളൂ, അല്ലെങ്കിൽ എല്ലാ ദിവസവും തന്നെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാറുണ്ട്. മക്കളെ കൂട്ടി, ഞങ്ങൾക്ക് ദിവസം കാഴ്ച 4 മക്കളാണ് വന്നേക്കുന്നത്, മക്കളെല്ലാം കൂട്ടി എല്ലാ പരിശുദ്ധ കുർബാനയിലും പങ്കെടുക്കാറുണ്ട്, സാധിക്കാറുണ്ട്. ഈശോയും അമ്മ മാതാവും ഞങ്ങളുടെ കുടുംബത്തിന് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. അതുപോലെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് അവിടെ ആത്മഹത്യയുടെ വക്കിൽ, അതായത് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. അവിടെ നിന്നും തിരിച്ച് അവൻ ജീവിതത്തിലേക്ക് വന്നു. ഭയങ്കരമായ ഒരു ക്രൈസിസിലൂടെ കടന്നു പോകുമ്പോൾ അവൻ്റെ ഭാര്യയും മക്കളെയും എല്ലാം അമ്മ അവനെ ഇട്ടിച്ച് പോയിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എൻ്റെ ഫോണിൽ അവൻ്റെ പേര് കാണിച്ചു തന്നു, പരിശുദ്ധ മാതാവ്, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു. ഹസ്ബൻഡ് അവനെ വിളിച്ച് സംസാരിച്ചപ്പോൾ അവന് 2ാം പ്രാവശ്യവും ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ അവനെ കണ്ട് സംസാരിക്കുവാനും അവനെ സഹായിക്കുവാനും ഉടമ്പടി ജീവിതത്തിലേക്ക് അവനെ കൊണ്ടുവരുവാനും ഞങ്ങൾക്ക് സാധിച്ചു. അവൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ അവിടെ നിന്നും അവന് ഡീപ്പോർട്ട് ചെയ്യാതെ തന്നെ പരിശുദ്ധ ദൈവമാതാവ് അവനെ നാട്ടിലോട്ട് കയറ്റി കൊണ്ടുവന്നു. തിരിച്ച് അവൻ്റെ കുടുംബത്തെയും അവൻ്റെ ഭാര്യയെയും മക്കളെയും അവന് തിരിച്ചു കൊടുത്തു. അങ്ങനെ അതുപോലെ എൻ്റെ വേറൊരു ഫ്രണ്ട്, അവൾക്ക് 7 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. എന്നും ഭയങ്കരമായ ദുഃഖത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം അവൾ രാത്രിയിൽ എന്നെ വിളിച്ച് ഭയങ്കരമായിട്ട് കരഞ്ഞു. അവൾ 2ാം പ്രാവശ്യം പ്രഗ്നൻ്റായി. ആ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ലയെന്ന് അറിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, നീ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്ക്, നിൻ്റെ പാപഭാരങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് നീ ഓൺലൈൻ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. അന്നേ ദിവസം തന്നെ പോയി അവൾ കുമ്പസാരിച്ചു. അങ്ങനെ ഓൺലൈൻ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്തു. ഈ കുഞ്ഞിനെ ഞാൻ പ്രഗ്നൻ്റായി. 1 മാസം കഴിഞ്ഞപ്പോൾ അവളും പ്രഗ്നൻ്റായി. ഈ കുഞ്ഞ് ജനിച്ച് 1 മാസം കഴിഞ്ഞപ്പോൾ അവൾക്കും ദൈവമാതാവ് ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. അങ്ങനെ ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഞങ്ങൾ ഒരുപാട് പേർക്ക്, ഞാൻ വർക്ക് ചെയ്തിരുന്നിടത്തും ഞാൻ കാണുന്നവർക്കും ഞങ്ങൾ കണ്ടുമുട്ടുന്നവർക്കും എല്ലാം പരിശുദ്ധ ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ കൃപാസനത്തെ പറ്റി പറഞ്ഞു കൊടുക്കുകയും ഉടമ്പടിയെ പറ്റി പറഞ്ഞു കൊടുക്കുകയും ഓൺലൈൻ ഉടമ്പടി എടുത്തു കൊടുക്കാനും ഒത്തിരി സാധിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം കുറിച്ചോർത്ത് ഈ അനുഗ്രഹങ്ങൾക്കും കൃപകളും ഇതൊന്നും ഞങ്ങളുടെ കഴിവല്ല, പരിശുദ്ധ ദൈവമാതാവ് ഞങ്ങളുടെ കൂടെ നടന്ന് ഞങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. ഞങ്ങൾക്ക് ഉറപ്പാണ്. ഈ കുഞ്ഞുങ്ങളെയും കൂട്ടിയാണ് ഞങ്ങൾ ഈ ജപമാല കെട്ടിക്കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഇതിനു വേണ്ടിയിട്ടൊന്നും ആരും അങ്ങനെ സമയമൊന്നും കണ്ടെത്തുകയില്ല. പക്ഷേ ദൈവമാതാവ് ഞങ്ങളുടെ കൂടെ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപയാൽ ഈ ജപമാല കെട്ടിക്കൊടുക്കാനും, അതായത് ആഴ്ചയിലൊരു 30 മേളിൽ ജപമാല കെട്ടി ഞങ്ങൾ ഈ കൃപാസന കുവൈറ്റ് ഫോളോവേഴ്സ് കൂട്ടായ്മയിൽ കൊടുക്കാറുണ്ട്. ആ കുവൈറ്റ് ഫോളോവേഴ്സ് കൂട്ടായ്മയിലെ ബാബു ബ്രദർ, ആ ബാബു ബ്രദറിന് ഞങ്ങൾ നന്ദി പറയുന്നു. കാരണം എനിക്ക് ജോലി ലഭിക്കാൻ വേണ്ടി ബാബു ബ്രദർ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു. എല്ലാറ്റിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്കും എല്ലാവർക്കും നന്ദി പറയുന്നതോടൊപ്പം പരിശുദ്ധ ദൈവമാതാവിനും ദൈവകുമാരനും പരിശുദ്ധ ദൈവപിതാവിനും പരിശുദ്ധ ആത്മാവിനും ഈ ഞങ്ങളുടെ ഈ കുടുംബത്തിന് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറയുന്നു. എന്നും ഈ ഉടമ്പടിയിൽ ജീവിക്കാൻ, അതായത് ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഞങ്ങൾ ഈ ഉടമ്പടിയിൽ ജീവിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിത്യതയിൽ കർത്താവിനോട് ചേർക്കപ്പെടുവാനും ഞങ്ങൾ ആഗ്രഹിക്കുകയും ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ ഇടവേളിൽ നിന്നും വരുന്നു. ഞാനിവിടെ ആദ്യം പരിശുദ്ധ അൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാനായിട്ട് എനിക്ക് ഇടയാക്കി തന്ന പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും നന്ദി പറയുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 ഡിസംബർ 19 ഞാൻ എൻ്റെ ഒരു ബന്ധു മുഖാന്തരമാണ് ഈ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞതും അതിനുശേഷം ഞാനിവിടെ വരികയും ചെയ്തു. അപ്പോൾ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ 6 നിയോഗങ്ങൾ വെക്കുകയും ചെയ്തു. പക്ഷേ ഞാൻ ആ നിയോഗങ്ങളെല്ലാം ഇപ്പം മറന്നുപോയി എന്തൊക്കെയാണ് വെച്ചതെന്നുള്ളത്. പക്ഷേ അതിനുശേഷം എനിക്ക് ഒരു 30 വർഷത്തോളമായി ഉണ്ടായിരുന്ന അലർജി രോഗം, ശ്വാസം മുട്ടലും ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഇവിടുത്തെ വിശുദ്ധ തൈലവും ഉപ്പും കഴിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക്
അത് മാറി. അതുപോലെ തന്നെ അങ്ങനെ അതെനിക്കൊരു ദൈവ സാക്ഷ്യമായിട്ട് പരിശുദ്ധ അമ്മയുടെ കൃപയിൽ എനിക്ക് നടന്ന്. പിന്നെ അത് അടുത്തതായി എനിക്ക് എൻ്റെ വീടിന് വേണ്ടിയുള്ള ഒരു കാര്യമാണ്. എൻ്റെ വീട് ഞാൻ 20-ഓളം വർഷമായി ഞാനൊരു വീട് മേടിച്ച് താമസിക്കുകയായിരുന്നു. അപ്പോഴന്ന് എല്ലാവരും ചെയ്യുന്നത് പോലെ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അതിൻ്റെ ടാക്സ് കുറച്ചാണ് വെച്ചിരുന്നത്. പക്ഷേ അത് ഇപ്പോൾ ഈ 20 വർഷത്തിന് ശേഷം എൻ്റെ ടാക്സ് ഒരു 45,000 രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്ത് രജിസ്റ്റർ ഓഫീസിൽ നിന്ന് എഴുതി വന്നായിരുന്നു. പക്ഷേ ഞങ്ങൾക്കത് അടയ്ക്കാൻ നിവർത്തിയില്ല. ഞാനും എൻ്റെ ഹസ്ബൻഡ് മാത്രമേ വീട്ടിലുള്ളായിരുന്നു. ഞങ്ങളുടെ മക്കൾ ഒരാൾ ദൂരെ താമസിക്കുന്നു, വേറൊരാളും ഉണ്ടെങ്കിൽ തന്നെയും ചെറിയ ജോലിയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ പിറ്റേന്ന് തന്നെ ആ പേപ്പറിനായിട്ട് ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണുകയും അത് എന്താണെന്ന് പരിഹാരം കാണുക എന്ന് ചെയ്യുന്നത് ചോദിച്ചപ്പോഴത്തേക്ക് ഫാദർ പറഞ്ഞത് നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ലേ, അല്ലാതെ ഞങ്ങളുടെ വേറെ കുഴപ്പം കൊണ്ടല്ല, അത് ടാക്സ് അന്ന് ശരിക്കും വയ്ക്കാത്തതുകൊണ്ടല്ലേ അങ്ങനെ വന്നത്, ചെറിയ പൈസയെങ്കിലും അടയ്ക്കേണ്ടി വരുമെന്ന് പറഞ്ഞ്. അപ്പം ഞാനിവിടെ നിന്ന് പ്രാർത്ഥിച്ചു, മാതാവേ ചെറിയ പൈസയൊന്നും അടയ്ക്കേണ്ടി വരരുത്, അങ്ങനെ ഒരു പൈസ അടയ്ക്കേണ്ടി വരുന്നെങ്കിൽ ആ പൈസയ്ക്ക് വേണ്ടി ഞാൻ കുറച്ച് ആളുകളെ ഒരു വണ്ടി പിടിച്ചിവിടെ കൊണ്ടുവരും. അപ്പോൾ അമ്മ അറിയാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്താനുമായിട്ടാണ് ഞാൻ കൊണ്ടുവരുന്നത്. അപ്പോൾ അത് അമ്മ തന്നെ അതിൻ്റെ കാര്യങ്ങൾ നോക്കിക്കോണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. പക്ഷേ അതിന് ശേഷം ഞങ്ങളുടെ ഒരു വാർഡ് മെമ്പറെ കണ്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആ മെമ്പർ പറഞ്ഞ് പേടിക്കേണ്ട, ഞാനത് മുഖ്യമന്ത്രിയുടെ PAക്ക് കൊടുത്തോളാം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ മെമ്പർ ഞങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം വെച്ച് കൊടുക്കുകയും എൻ്റെ ഹസ്ബൻഡിന് ഇപ്പോൾ സുഖമില്ലാതൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പൈസ അടയ്ക്കാൻ നിവർത്തിയില്ല, അപ്പോൾ അതുകൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. എന്തോ അമ്മയുടെ കൃപയാൽ ഇതുവരെ ഇപ്പോൾ 1 വർഷത്തോളമായി ഇപ്പോൾ അതിനുശേഷം ഒരു പൈസ അടയ്ക്കേണ്ടി വന്നില്ല. ഞാൻ അങ്ങനെ ആളുകളെ കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ അതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ ഒരു വലിയൊരു അപകടത്തിൽ നിന്ന് എൻ്റെ അമ്മ മാതാവ് എന്നെ രക്ഷപ്പെടുത്തി. ഞാൻ എൻ്റെ മൂത്ത മോൻ്റെ വീട്ടിലായിരുന്നു, അത് എറണാകുളത്തായിരുന്നു വീട്. അപ്പം ഞാൻ അവിടെ എന്തോ കാര്യത്തിന് പോയിട്ട് 2 ആഴ്ചയോളം അവിടെ എനിക്ക് താമസിക്കേണ്ടി വന്നു. അപ്പോൾ ഹസ്ബൻഡ് വെള്ളം തിളപ്പിക്കാനായിട്ട് ഗ്യാസിൽ വെള്ളം എടുത്ത് വെച്ചിട്ട് ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷമാണ് അത് വെച്ചിട്ട് പോയത്. അപ്പോൾ പിന്നെ അദ്ദേഹം അത് മറന്നുപോയി. പിന്നെ അത് സന്ധ്യയോടുകൂടി പുറത്ത് പോവുകയും പുറത്ത് പോയിട്ട് രാത്രി 8 മണിക്കൊക്കെയാണ് തിരിച്ച് വന്നത്. വീട്ടിൽ ആരുമില്ലായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ മോൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞ് അവിടെ നിന്ന് ബൈബിൾ വായിക്കുകയും അവിടുത്തെ ജോലികളൊക്കെ തീരുമ്പോഴത്തേക്ക് അച്ഛൻ്റെ ടോക്കുകളൊക്കെ കേൾക്കുക ചെയ്ത് പ്രാർത്ഥനയിലായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. എവിടെ പോയാലും ഞാൻ അങ്ങനെയാണ്. ഇളയ മോൻ വീട്ടിൽ വന്നപ്പോഴത്തേക്കാണ് പെരയ്ക്കകത്ത് മൊത്തം പുക കയറി എന്തോന്ന് അറിയാൻ വയ്യാതെ അടുക്കളയിലോട്ട് ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് ഈ കലത്തിലിരുന്ന കംപ്ലീറ്റ് വെള്ളവും വറ്റി ആ കല ഒരു തീഗോളമായി ഇരിക്കുന്നു, അടുപ്പും എല്ലാം ചൂടായി കരിഞ്ഞ് ഇരിക്കുന്നു. അപ്പം അത് ഒരു കുഴപ്പമില്ലാതെ എൻ്റെ അമ്മ മാതാവ് ഞങ്ങളെ ആ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുത്തി. അതെൻ്റെ ഒരു 3ാമത്തെ സാക്ഷിയാണ്. അതുപോലെ തന്നെ ഇപ്പം ഈ അടുത്ത സമയത്ത് ഒരു വലിയൊരു അപകടത്തിൽ നിന്ന് വീണ്ടും ഞങ്ങളെ രക്ഷപ്പെടുത്തി എൻ്റെ ഈശോയും മാതാവുമാണ്. ഞാൻ എൻ്റെ വീട്ടിൽ ഡിസംബർ 31-ാം തീയതി രാത്രിയിൽ ഒരു 7:30 മണിയായപ്പോഴത്തേക്ക് ഒരു വലിയൊരു പാമ്പ് വന്ന്, അത് പാമ്പെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര വിഷമുള്ള ഒരു അണലിയായിരുന്നു അത് വന്നത്. പക്ഷെ അതിൻ്റെ ഞങ്ങൾ വന്നെന്ന് ഒരാളെ എൻ്റെ അടുത്ത് വിളിച്ച് റോഡിൽ കൂടി ഇങ്ങനെ ഇഴഞ്ഞ് വീട്ടിലോട്ട് കയറിയെന്ന് പറഞ്ഞ് അതെങ്ങോട്ട് പോയെന്നറിയാമേ ഞാൻ ടോർച്ചടിച്ച് അവിടെ എല്ലാം നോക്കിയിട്ടും അതിനെ കാണുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ അടുക്കള വശത്തൂടെ വന്ന് നോക്കിയപ്പോഴത്തേക്ക് അവിടെ എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നു. പക്ഷേ എനിക്ക് അറിയാൻ പറ്റുന്നില്ല എന്താണെന്ന്. ഞാൻ പേടിച്ച് ഞാൻ അകത്ത് കയറി. കുറച്ച് കഴിഞ്ഞ് ഞാൻ ബാത്റൂമിലോട്ട് പോയിട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഇവിടെ ഫിസിൽ അടിക്കുന്ന കണക്കുള്ള ഭയങ്കര സൗണ്ട് കേൾക്കുന്നു. എന്താണെന്ന് അറിയാൻ വയ്യ. അങ്ങനെ ഞാൻ ഇങ്ങനെ നടന്ന് ചെന്നപ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിലിപ്പോൾ ഇച്ചിരി പണി നടക്കുമായിരുന്നു. അപ്പോഴാ ഒരു ജന്നൽ മാറ്റി വയ്ക്കണമായിരുന്നു. അപ്പോൾ ആ ജന്നൽ മാറ്റി വെച്ചുകൊണ്ട് അതിന് കതകില്ലായിരുന്നു. അപ്പോൾ ആ കതകിൻ്റെ പുറത്തൂടെ കതകില്ലാത്തതുകൊണ്ട് ജന്നലിൽ കൂടെ വെട്ടം വെളിയിലടിച്ച് ഞാനിങ്ങനെ ജന്നലിൻ്റെ അടുത്തോട്ട് നോക്കിയപ്പോഴത്തേക്ക് ഭയങ്കര ഒരു അണലി ഇങ്ങനെ ചുറ്റി കിടന്ന് പൂച്ച ഒരു 3-4 എണ്ണം അപ്പുറത്തൊക്കെയുള്ള പൂച്ചകളാണ്. അത് 3-4 എണ്ണം ഇങ്ങനെ കിടക്കുന്ന കാരണം ഈ പാമ്പിന് പോകാനും പറ്റുന്നില്ല. അത് ഈ പൂച്ചയെ കണ്ടുകൊണ്ടാണ് സൗണ്ട് ഉണ്ടാക്കിയത്. പിന്നെ എൻ്റെ വീട്ടിൽ മക്കളൊക്കെ ഉള്ളായിരുന്നുകൊണ്ട് ക്രിസ്മസ് അവധി ന്യൂ ഇയറൊക്കെ ആയതുകൊണ്ട് വീട്ടിൽ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് അവർ തന്നെ അപ്പോഴത്തന്നെ ഫോറസ്റ്റിൽ ആളിനെ വിളിച്ച് കൊണ്ടുവന്ന ആ അണലിയെ പിടിച്ചുകൊണ്ട് അത് ഭയങ്കര വിഷമുള്ളതായിരുന്നു. പക്ഷേ അതും എൻ്റെ ഈശോയും മാതാവ് എന്നെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തന്ന്. ഞാൻ ഉടമ്പടി എടുത്ത അന്ന് മുതൽ തന്നെ ആദ്യമൊക്കെ എനിക്ക് ഇച്ചിരി പത്രം കൊടുക്കാനൊക്കെ മടിയായിരുന്നു. പക്ഷേ പിന്നീട് ഞാനിവിടെ എല്ലാ മാസം തോറും വരികയും പത്രങ്ങൾ വാങ്ങി എല്ലായിടത്തും ആശുപത്രികളിലും ബസ് സ്റ്റാൻഡിൽ പോസ്റ്റ് ഓഫീസിൽ ബാങ്കുകളിൽ ഞാൻ എവിടെയാണോ പോകുന്നത് അവിടെ എല്ലാം ഞാനിതൊക്കെ കൊണ്ട് കൊടുക്കുകയും പിന്നെ ചോറ് പൊതിയും പിന്നെ രോഗികളെ കാണാനായിട്ട് ആശുപത്രിയിൽ പോവുകയും ഒക്കെ ചെയ്യും.
പിന്നെ രോഗികളായി അടുത്തൊക്കെയുള്ള രോഗികളെ കാണാനായിട്ട് വീടുകളിൽ പോവുകയും അവർക്ക് പ്രാർത്ഥിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും. പിന്നെ എൻ്റെ കയ്യിൽ എനിക്ക് ജോലിയൊന്നുമില്ല. എൻ്റെ മക്കളൊക്കെ തരുന്ന പൈസയിൽ നിന്നാണ് ഞാനും കാരുണ്യ പ്രവർത്തികളായിട്ട് അവർക്ക് രോഗികൾക്ക് വേണ്ടുന്ന ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യുകയും പിന്നെ അതുപോലെ തന്നെ വൃദ്ധസദനങ്ങളൊക്കെ സന്ദർശിക്കുകയും അവിടെയും ചെറിയ പൈസകൾ എൻ്റെ കയ്യിലുള്ളതുപോലെ തന്നെ 1000-ഓ 2000-ഓ 1500 ഒക്കെ വെച്ച് ഞാൻ അവിടെ കൊടുക്കുകയും പിന്നെ കൊടുക്കാറുണ്ട്. പിന്നെ പത്രങ്ങൾ തന്നെ ഞാൻ എൻ്റെ ജില്ലയിൽ തിരുവനന്തപുരം ജില്ലയിലും കൊല്ലം ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലും ഞാൻ എവിടെയൊക്കെ പോകുന്നോ അവിടെ എല്ലാം ഞാൻ പത്രങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കും. റോഡിൽ നടന്നു കൊടുക്കും. ഇത്രയൊക്കെയാണ് എനിക്കിപ്പോൾ കിട്ടിയ അനുഭവങ്ങൾ. ഇനിയും എനിക്ക് അവിടെ ഒന്ന് സാക്ഷ്യം പറയണമെന്ന് ആഗ്രഹിക്കുന്നത്. ഞാൻ എൻ്റെ ആദ്യത്തെ സാക്ഷിയാണ്. അതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കണം. ഈശോയ്ക്കും മാതാവിനും. മൂന്നാമത്തെ സാക്ഷ്യം പറയാൻ എനിക്കിട തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കിടക്കട്ടെ. ഫിലിപ്പിയർ 4:19 പറയുന്നുണ്ട്, ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നമുക്ക് ആവശ്യമുള്ളതെല്ലാം ലഭിക്കുമെന്ന്. ആ വചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് 2022 മെയ് 1-ാം തീയതിയാണ് ആദ്യമായിട്ട് ഈ ആലയത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതിനുശേഷം ജൂൺ 3-ാം തീയതി 2023 ജൂൺ 3-ാം തീയതിയും 2024 ഓഗസ്റ്റ് 10-ാം തീയതിയും ഞങ്ങളുടെ കുടുംബത്തിന് മാതാവ് തന്ന ഒത്തിരി അനുഗ്രഹങ്ങൾ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലും വിവാഹത്തിലും ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് ചെയ്തു തന്നു. അതിനെല്ലാം ഞാൻ 2 പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞതാണ്. മൂന്നാമത്തെ എൻ്റെ ഉടമ്പടി സാക്ഷ്യമാണ് ഞാനിവിടെ ഇന്ന് പറയുന്നത്. അതിനാദ്യം ഞാൻ പറയുന്നത്, ആവേ മരിയ എന്നൊരു ഗ്രൂപ്പ് ഞങ്ങൾക്ക് തുടങ്ങാൻ സാധിച്ചു. 10-10 ഉടമ്പടി പുതുക്കിയതിന് ശേഷം അന്നത്തെ ജപമാല റാലിക്ക് മുമ്പായിട്ട് ഇങ്ങനെ മാതാവ്, നിങ്ങൾക്ക് വാട്സപ്പ് ഉപയോഗിക്കുന്നവർക്കൊക്കെ അറിയാം, നമുക്കൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിനകത്ത് എന്തൊക്കെ ഓപ്ഷൻ ഉണ്ടെന്ന്. പക്ഷെ ഞാൻ എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തായ ഒരു ചേച്ചി ഒരു ദിവസം വിളിച്ചിട്ട് വെച്ച് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ആ ചേച്ചി എന്നോട് പറയുകയാണ്, നീ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ട് എന്തിയാ ആരെ ആഡ് ചെയ്യാത്തത്, എന്നെ മാത്രമല്ലോ ആഡ് ചെയ്തിട്ടുള്ളൂ എന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു ഗ്രൂപ്പ് തുടങ്ങണമെങ്കിൽ അതിനകത്ത് വാട്സപ്പിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം, ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ ചേച്ചി പറഞ്ഞു, നീ ഒരു ഗ്രൂപ്പ് തുടങ്ങി അതിനകത്ത് എന്നെ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ, ഞാൻ ആ ഗ്രൂപ്പിന് ആവേ മരിയ എന്ന് പേര് കൊടുത്തു എന്ന്. അങ്ങനെ തന്നെ ആ ഗ്രൂപ്പിന് 10-10-2023 ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പ് ഞങ്ങളുടെ ഏഴക്കർനാട് മണിയുടെ ഏഴക്കർനാടിലെ മണിയുടെ എന്ന സ്ഥലത്ത് തുടങ്ങിയിരിക്കുന്ന ആ ഗ്രൂപ്പിലൂടെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 2 പ്രാവശ്യം ജപമാല റാലിക്ക് ആളുകളെ കൊണ്ടുവന്നു. അതുപോലെ ഒത്തിരി പേര് അതിൽ നിന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അന്ന് ഉടമ്പടിയിൽ ജീവിക്കുന്ന ഒത്തിരി വ്യക്തികൾ അതിലുണ്ട്. അങ്ങനെ ജീവിക്കുന്ന സമയത്താണ് ഈ കഴിഞ്ഞ ഡിസംബറിൽ നടന്ന പഞ്ചായത്ത് തല തെരഞ്ഞെടുപ്പിൽ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. ഞാൻ എന്നും മാതാവിൻ്റെ ഒരു ഗ്രോട്ടോ വീട്ടിലുണ്ട്. ഞാൻ എന്നും ഇങ്ങനെ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു രാവിലെ, മാതാവേ ഈ ദിവസം എന്താവണം, ഓരോ ദിവസം എന്താണ് ചെയ്യേണ്ടതെന്ന് മാതാവ് ഞങ്ങളെ കാണിച്ചു തരണേന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ തോന്നി പഞ്ചായത്ത് ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. എന്നാൽ എന്തെങ്കിലും ഒരു സ്ഥാനത്തേക്ക് വെച്ചാൽ ഞങ്ങൾക്കറിയാം, കാരണം ഞങ്ങളുടെ വാർഡ് കഴിഞ്ഞ പ്രാവശ്യം വനിതാ വാർഡായിരുന്നു. ഒരിക്കലും ആ വാർഡ് ഈ പ്രാവശ്യം വനിതാ വാർഡ് ആവാൻ സാധ്യതയില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചില്ല. എന്തെങ്കിലും മാതാവിന് എനിക്ക് എന്തെങ്കിലും ഒരു സ്ഥാനത്ത് അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റുമെങ്കിൽ അത് തരണേന്ന് മാത്രം പ്രാർത്ഥിച്ചു. പക്ഷേ വാർഡ് സംവരണ ഞെരുക്കെടുപ്പിൽ ഞങ്ങളുടെ വാർഡ് വനിതാ വാർഡ് ആവുകയും ആ ഇലക്ഷൻ എനിക്ക് മത്സരിക്കാൻ സാധിച്ചു. ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ വാശിയേറിയ മത്സരങ്ങളായിരുന്നു. ഇത് അച്ഛൻ പറയും, ട്രോളുകളാണ് കൃപാസനത്തെ വളർത്തിയെന്ന്. എങ്ങനെ പക്ഷേ ഞാനും ആ ഇലക്ഷനിൽ നിന്ന് പിന്മാറുന്ന എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തിന് വേണ്ടി പിന്മാറേണ്ടി വരുന്നൊരു സമയത്ത് പോലും അപ്പോൾ അവിടെ ഒരു ട്രോൾ ഇറങ്ങി, നാട്ടുവാർത്ത ഇതിനകത്തൊരു ട്രോൾ ഇറങ്ങി, കൃപാസന മാതാവ് പഞ്ചായത്ത് മെമ്പർ ആവാൻ വേണ്ടി എനിക്ക് അവസരം തന്നു എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പിന്മാറാൻ ചിന്തിച്ചപ്പോഴൊക്കെ മാതാവ് എന്നോട് പറയുകയാണ്, നീ പിന്മാറിയാൽ ഞാൻ തോറ്റുപോകും, നീ ശക്തമായിട്ട് മുന്നോട്ട് പോകുക എന്ന്. മാതാവ് തന്നെ എനിക്ക് ലഭിച്ച വോട്ട് വരെ മാതാവ് തന്നെ എന്നെ സ്വപ്നത്തിൽ കാട്ടി തന്നിരുന്നു. അങ്ങനെ ഒരു വീട് കയറാൻ പോകുമ്പോഴൊക്കെ ആണെങ്കിലും എനിക്ക് തോന്നും, ഞാൻ തന്നെ പോകുമ്പോഴൊക്കെ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ടെങ്കിൽ ഞാൻ പറയും എൻ്റെ കൂടെ മാതാവ് ഉണ്ടെന്ന്. തന്നെ നടക്കുന്ന എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അത് മാതാവ് എൻ്റെ കൂടെ ഓരോ വീടുകളിലും വരും എന്നുള്ള വിശ്വാസം. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഈ പ്രൊഫഷൻ തന്നെ തിരഞ്ഞെടുത്തത്. നാടുകൾക്ക് ഒത്തിരി ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന ഉത്തമ വിശ്വാസത്തോടും ബോധ്യത്തോടും കൂടിയാണ് ഞാൻ തിരഞ്ഞെടുത്തത്. അതിനുശേഷം പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നു. അതുപോലെ എൻ്റെ കൂടെ എനിക്ക് നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിലൊരു മെമ്പറായിരുന്നു അയനയ്ക്ക് നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ സാധിച്ചു. അങ്ങനെ ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ പേരിൽ ഞങ്ങൾ 2 പഞ്ചായത്ത് മെമ്പർമാർ ആ മണിയുടെ പഞ്ചായത്തിൽ കിട്ടി. അങ്ങനെ ഇരുന്ന സമയത്താണ് അടുത്തത് പഞ്ചായത്ത് പ്രസിഡന്റ് ലേക്കുള്ളൊരുന്ന്. ഞാൻ ഒരിക്കലും ആ സ്ഥാനമൊന്നും മോഹിച്ച് വന്ന വ്യക്തിയല്ല. ഞാൻ മാതാവിനോട് ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥാനം ലഭിക്കണേന്ന്. പക്ഷേ മാതാവിനോട് ഞാനൊരു പൂവിൻ്റെ ഇതൾ ചോദിച്ചപ്പോൾ മാതാവ് എനിക്ക് തന്നത് ഒരു പൂന്തോട്ടം നിറയെയാണ്.
ഇനി ആ പൂന്തോട്ടം നിറച്ച് കാത്തു സംരക്ഷിക്കാനും ഞാൻ മാതാവിനോട് തന്നെ ചോദിക്കുന്നു, എനിക്ക് അതിനുള്ള ശക്തിയും സഹായവും മാതാവ് തന്നെ തരണമേ എന്ന്. അങ്ങനെ ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച മണിയുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി ചുമതലയേറ്റു. ഞായറാഴ്ച തന്നെ ഇവിടെ ഒന്ന് സാക്ഷ്യം പറയണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ എനിക്ക് പനിയായിരുന്നുകൊണ്ടാണ് വരാൻ സാധിക്കാതിരുന്നത്. അപ്പോൾ അതാണ് ഒരു സാക്ഷ്യം. പിന്നെ ഈ ഗ്രൂപ്പിനകത്ത് ഞങ്ങൾ പ്രവർത്തിക്കുമ്പോഴെല്ലാം ഞങ്ങളോട് ഒത്തിരി പേര് പറയുന്നുണ്ട്, അമ്മ മാതാവ് ഓരോ വീടുകളിലും ചെന്ന ഒരു പ്രതിനിധി, ഞങ്ങൾ ഓരോ വീട് എല്ലാ മാസവും ഞങ്ങൾ ഗ്രൂപ്പിൻ്റെ പേരിൽ കാരുണ്യപ്രവൃത്തി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ വീടുകളും ഞങ്ങൾ ഗ്രൂപ്പിൽ കൂട്ടായിട്ട് തന്നെ ഏതാണ്ട് 1.5 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ഞങ്ങൾ കാരുണ്യപ്രവൃത്തി ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഓരോരുത്തരും വ്യക്തിപരമായി ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഒരു കൂട്ടായിട്ട് ചെയ്യുമ്പോഴും അതുപോലെ ഒരു ഗ്രൂപ്പായിട്ട് പ്രാർത്ഥിക്കുമ്പോഴും അതിന് ഫലമുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം ഒത്തിരി പേരുടെ അനുഭവങ്ങൾ ഞങ്ങളോട് വിളിച്ച് പറയും, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾ വന്ന് പോയതിന് ശേഷം ഞങ്ങൾക്കൊരു ധൈര്യം കിട്ടിയത്. ഇതൊക്കെ അമ്മ മാതാവിനെയും കൂട്ടിക്കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം ഞങ്ങൾ ഓരോ വീട്ടിലും ചെന്നിട്ട് പോരുമ്പോൾ പറയും, മാതാവിനെ ഇവിടെ നിർത്തിയിട്ടുണ്ട്, മാതാവ് നിങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ, നിങ്ങളുടെ എല്ലാ ഇനിയുള്ള കാര്യങ്ങളിലൊക്കെ മാതാവ് നോക്കിക്കോളും. അങ്ങനെ ഒരു ഉറച്ച ബോധ്യവും വിശ്വാസത്തോടെയാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് ആ ഗ്രൂപ്പിന്. അങ്ങനെയാണ് ആ ഗ്രൂപ്പ് മുന്നോട്ട് വന്നത്. പിന്നെ ഈ കഴിഞ്ഞ വർഷം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി തൃശ്ശൂർക്ക് പോയി. പോകുന്ന സമയത്ത് തൃശ്ശൂർ മെയിൻ റോഡ്, നിങ്ങൾക്കറിയാം തൃശ്ശൂർ മെയിൻ റോഡിൻ്റെ അവസ്ഥ. മെയിൻ റോഡിൽ ഞങ്ങൾ പോകുന്ന സമയത്ത് സൈഡ് റോഡിൽ നിന്ന് ഒരു കാറ് വന്നിടിച്ച്, ചേട്ടൻ പറയുന്നുണ്ട് ചേട്ടൻ്റെ വണ്ടിയുടെ മുകളിൽ കൂടെ ഞാൻ തെറിച്ച് റോട്ടിൽ വീണെന്ന്. പക്ഷേ ഞാൻ വണ്ടി ഇടിക്കുന്ന സമയത്ത് എനിക്ക് ബോധം ഉണ്ടായി. പിന്നെ ഞാൻ എണീറ്റ് നോക്കുമ്പോൾ ഞാനൊരു സൈഡിൽ ഇരിക്കുക. അപ്പോൾ ഞാൻ അപ്പം തന്നെ എൻ്റെ ബാഗിൽ നിന്ന് കാശ് രൂപ എടുത്ത് കൈ പിടിച്ചു. അപ്പോൾ ചേട്ടനോട് ഞാൻ നോക്കിയപ്പോൾ ചേട്ടൻ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ പോക്കറ്റിൽ നിന്ന് ചേട്ടനും കാശ് രൂപ എടുത്ത് കൈ പിടിച്ചു. ചേട്ടൻ ഇവിടെ നിന്ന് മേടിക്കുന്ന ഒരു കാശ് രൂപ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതിന് ശേഷം ഞാൻ വണ്ടി ഇടിക്കുന്ന സമയത്ത് ഞാൻ കാണുന്നത് നീ എൻ്റെ വണ്ടിയുടെ മുകളിലൂടെ തെറിച്ച് റോട്ടിൽ പോകുന്നതും അതുപോലെ തന്നെ എൻ്റെ പോക്കറ്റിൽ നിന്ന് കാശ് രൂപം തെറിച്ച് നിൻ്റെ അടുത്ത് വീഴുന്നതുമായിരുന്നെന്ന്. പക്ഷെ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു, ഞാൻ എൻ്റെ എല്ലാ ഉടമ്പടിയിലും ഏറ്റവും ആദ്യത്തെ നിയോഗമായിട്ട് വെക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ ക്രമം ലഭിക്കണമെന്നും പിന്നെ ഞങ്ങളുടെ ഭവനത്തിലെ എല്ലാവരെയും മാതാവിൻ്റെ നീലി അങ്കിക്കുള്ളിൽ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ എന്നുമായിരുന്നു. ആ മാതാവിൻ്റെ നീലി അങ്കിക്കുള്ളിൽ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നതിൻ്റെ ഉത്തമ ബോധ്യം മാതാവ് എന്നെ കാട്ടിത്തന്നതായിരുന്നു ആക്സിഡൻറ്റ്. ഞങ്ങൾക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ അന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പോന്നു. അത് ഞങ്ങൾക്ക് അന്ന് ചിലവായ പൈസയും വണ്ടി നന്നാക്കിയതും എല്ലാം അവർ തന്നെ ചെയ്തു തന്നു. ഞങ്ങൾക്ക് അതിൻ്റെ പേരിൽ ഒരു ബാധ്യതയും ഉണ്ടായില്ല. ഇതെല്ലാം മാതാവിൻ്റെ ഒരു വലിയ കൃപയും സംരക്ഷണവുമാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എന്ത് ബുദ്ധിമുട്ട് വന്നാലും അന്നത്തെ ദിവസത്തെ ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറയും. നമുക്കുടെ മനസ്സിൽ തോന്നുന്ന വിഷയമായിരിക്കും അച്ഛൻ അന്നത്തെ രാവിലത്തെ ഡെയിലി ബ്രെഡിൽ വരുന്നത്. പല ഘട്ടങ്ങളും നമ്മുടെ മനസ്സിന് നമുക്ക് തന്നെ തീരുമാനം എടുക്കാൻ പറ്റാതാവുന്ന അവസ്ഥയിൽ അന്നത്തെ രാവിലെ അച്ഛൻ ഡെയിലി ബ്രെഡിൽ പറയുന്ന ആ വിഷയമായിരിക്കും. അപ്പം നമുക്കതിന് ഉത്തരം കിട്ടി. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് കൊണ്ടുപോകാൻ അമ്മ മാതാവും ഈശോയും ഒരു വലിയ കൃപ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകണം എന്നുള്ളൊരു വലിയ ആഗ്രഹമായിരുന്നു. ഞങ്ങൾ യാക്കോബിറ്റ്സ് ഇതിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാ ദിവസവും കുർബാനയില്ല. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഒരു എഴക്കനാട് മലങ്കര ജ്ഞാനായ കത്തോലിക്ക പള്ളിയുണ്ട്. അപ്പം ഞങ്ങളുടെ ഗ്രൂപ്പിലെ കുറേ ആളുകൾ അതിനകത്തുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, ധൈര്യമായിട്ട് പോരെ, എല്ലാ ദിവസവും 6:30 കുർബാനയുണ്ടെന്ന്. അങ്ങനെ എല്ലാ ദിവസവും എനിക്ക് അവിടെ കുർബാനയ്ക്ക് പോകാനും അതെനിക്ക് അങ്ങനെ ഒരു ബോധ്യം കിട്ടിയത് 12ാമത്തെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഇങ്ങനെ ഈശോയെ പറയാണ്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മളെന്നും ഈശോയെ സ്വീകരിക്കണം, നമ്മളെന്നും ഈശോയുടെ കൂടെ നടക്കണം. ആ ഒരു ബോധ്യം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ എന്നും കുർബാനയ്ക്ക് പോകാൻ സാധിച്ചു. അങ്ങനെ ഒത്തിരി ആത്മീയമായി എൻ്റെ വീട്ടിലാണേലും നേരത്തെ ഞങ്ങൾ വലിയ പ്രാർത്ഥനയൊന്നും ഉണ്ടായിരുന്ന കുടുംബത്തിലെ ഇപ്പോൾ 22 മെയ് 1 ഉടമ്പടി എടുത്ത് അന്ന് തൊട്ട് ഇന്ന് വരെ മുടങ്ങാതെ രാവിലെ 5:30 തൊട്ട് 6:30 വരെ ഞങ്ങളുടെ വീട്ടിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഉടമ്പടി പ്രാർത്ഥനയും ജപമാലയും ചെയ്യും. വൈകിട്ടാണേലും ചേട്ടനാണെങ്കിലും വേദോത്സവം വായിക്കും, പ്രാർത്ഥിക്കും. അങ്ങനെ ഞാനും എൻ്റെ കുടുംബം, എൻ്റെ മക്കൾ 2 പേരുടെയും കല്യാണം കഴിഞ്ഞു. അവരൊക്കെ മാതാവിൻ്റെ ഉടമ്പടിയിലും വചനത്തിലും വിശ്വസിച്ച് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങളുടെ ജീവിത അവസാനം വരെ ഈ മാതാവിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് മാതാവ് ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന ഉറച്ച ബോധ്യത്തോടു കൂടി മുന്നോട്ട് പോകണം. അതുപോലെ ഞാൻ ഇത്രയും നാളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ കുടുംബത്തിനും ഗ്രൂപ്പിൻ്റെ കുടുംബത്തിനും അല്ലെങ്കിൽ ഒരു എന്നോട് പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമേ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നു. മണിയുടെ ഗ്രാമപഞ്ചായത്ത് എന്ന എല്ലാ ജനങ്ങളിലെയും ഞാൻ അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. നാളുകളിൽ ഞാനും ഒരു പഞ്ചായത്ത് മെമ്പറാണ് നിൽക്കുന്ന. അപ്പം കുട്ടിക്കും നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവാൻ, നാടിന് സമൂഹത്തിനും ഒരു മാറ്റമുണ്ടാവാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അമ്മ മാതാവ് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കുമായി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് എനിക്ക് അവസരം ഒരുക്കി തന്നതിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് അയന. കർത്താവിൻ്റെ ശക്തമായ കരുത്തും കീഴിൽ നിങ്ങൾ താഴ്മയോടെ ഇരിക്കുകയും അവിടുന്ന് നിങ്ങളെ തക്ക സമയത്തും ഉയർത്തും എന്നൊരു വചനം എൻ്റെ ജീവിതത്തെ വല്ലാതെ സ്പർശിച്ചിരിക്കുന്ന ഒരു വചനമാണ്.
ഞാനൊരു പ്രൈവറ്റ് ബാങ്ക് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ശരിക്കും ഞാൻ ഒരു ഉടമ്പടി എടുത്തത് മാർച്ച് 23, 2025 അതിനോടനുബന്ധിച്ച് ഇതുവരെ ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. സഞ്ചാരി മാതാവ് ശരിക്കും കൂടെ നടന്ന ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു പൊളിറ്റിക്സ് എന്താണെന്നോ ഈ ഒരു ഫീൽഡിൽ യാതൊരു പരിചയമുള്ള ഒരാളല്ല ഞാൻ. പക്ഷേ ഇതെനിക്ക് മാതാവ് നൽകിയ ഒരു നിയോഗമായിട്ടാണ് ജനപ്രതിനിധിയായിട്ട് എന്നെ ഉയർത്തിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നോമിനേഷൻ സൈൻ ചെയ്യുന്നതിന് പോകുന്നതിന് മുന്നേ ഞാനിവിടെ വന്നു. മാതാവിൻ്റെ അടുത്ത് വന്ന് അച്ഛനെ കൊണ്ട് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ ലഭിച്ചതിന് ശേഷമാണ് ഞാൻ തിരികെ പോയത്. അന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഇത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് നല്ലതിന് വേണ്ടി മാത്രമാണെങ്കിൽ അമ്മ എനിക്ക് തന്നാൽ മതി, ഇല്ലെങ്കിൽ എനിക്കിത് കിട്ടിയില്ല, ഇതിൽ നിന്ന് ഞാൻ പിന്മാറി ഫെയിലായി കഴിഞ്ഞാലും എനിക്കതൊരു യാതൊരു പ്രശ്നമുള്ള കാര്യമല്ല, നല്ലതിന് വേണ്ടി മാത്രമാണെങ്കിൽ അമ്മ എന്നെ നല്ലൊരു ഭൂരിപക്ഷം നൽകി എനിക്ക് വിജയം നൽകണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. നല്ല ടൈറ്റ് കോമ്പറ്റീഷനായിരുന്നു. ഞാൻ അതായത് ജോലി, വീട്, അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് പല ആളുകളെ വരെ ആ നാട്ടിൽ അറിയില്ല. എന്നിരുന്നാലും അതിനുള്ളൊരു കാര്യമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അച്ഛൻ്റെ ഒരു ടോക്കിൽ ഞാൻ കേട്ടു, നമ്മൾ വിശേഷ വിദ്യയായി മാതാവിനോട് നമ്മൾ കാര്യങ്ങൾ ചോദിക്കണം. ഞാനന്ന് മനസ്സറിഞ്ഞ് മാതാവിനോട് ഞാൻ ഇത്രമാത്രം ചോദിച്ചു, അമ്മ എനിക്ക് വിശേഷ വിധിയായിട്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തരണമെന്ന്. അത് ഞാനിപ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി ഇതിൽ വിജയം കൈവരിച്ചതോടുകൂടി ഞാൻ മനസ്സിലാക്കുന്നു, അമ്മ എനിക്ക് തന്ന ഒരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് ജനസേവ ചെയ്യാനായിട്ട്. ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു. ഇതുപോലെ പത്രം വിതരണം ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ജോലി അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ അതിനൊരു ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ ഈ ഒരു വഴി തിരഞ്ഞെടുത്തതോടുകൂടി എനിക്ക് ഒത്തിരി രോഗികളെ കാണാം, ഒരുപാട് പേർക്ക് ആശ്വാസമേകാനായിട്ട്, അതായത് ദൈവത്തെ കൊടുക്കാം, മാതാവിനെ നൽകാം, വചനം അറിയിച്ചു കൊടുക്കാനായിട്ടുള്ളൊരു വേദിയായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തു, ഒത്തിരി പ്രയാസങ്ങളിലൂടെ കടന്നുപോയി. ഞാൻ ഇന്നും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാശ് രൂപ എൻ്റെ കയ്യിലുണ്ടാവും, തൈലം ഉപയോഗിച്ച് ഞാൻ കുരിശു വരച്ച്, ഉപ്പ് എൻ്റെ കയ്യിൽ ഞാൻ കരുതുമായിരുന്നു. എനിക്ക് അനേകം ആളുകളെ കാണുന്നുണ്ട്, ഒത്തിരി പ്രശ്നങ്ങളുള്ള ആളുകളുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നും, ചില ആളുകളുടെ വീട്ടിൽ ചിലപ്പോൾ ഞാൻ ഉപ്പിട്ട് തന്നെ പ്രാർത്ഥിച്ച് അങ്ങനെയായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. എന്നിരുന്നാലും ഇലക്ഷൻ കഴിഞ്ഞു, റിസൾട്ട് വന്ന അന്ന് ഏറ്റവും കൂടിയ ഭൂരിപക്ഷം, അതായത് 237 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടി മാതാവ് എനിക്ക് വിജയം നൽകി. എല്ലാവരും എന്നോട് പറഞ്ഞു, നീ ജയിക്കുമായിരിക്കും, ഒരുപക്ഷെ ഒരു 30-50 വോട്ടിന്. അത്ര ടൈറ്റ് കോമ്പറ്റീഷനായിരുന്നു. പക്ഷേ എല്ലാവരും എൻ്റെ കൂടെ നിന്നു. മാതാവ് എന്നെ കൂടെ നിർത്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നും എൻ്റെ കഴിവ് കൊണ്ടല്ല, എല്ലാം ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു IBPSൻ്റെ എക്സാമിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്ന അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയിൽ പങ്കെടുത്തത്. പക്ഷേ ആ ഒരു സാഹചര്യത്തിലും എനിക്ക് ഈ ഒരു വിഷയം അച്ഛൻ്റെ മുന്നിൽ പറയാനായിട്ട് പറ്റി. അച്ഛൻ എന്നെ അനുഗ്രഹിച്ചു. ഇതെൻ്റെ നല്ലതിന് വേണ്ടിയാണ്, ഒരു ജീവിതം തുടങ്ങാൻ വേണ്ടിയുള്ളൊരു മാർഗ്ഗമായിട്ട് മാതാവ് എനിക്ക് വേറൊരു വഴി കണ്ടെത്തി തന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ ആവില്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. എല്ലാം ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് വിട്ടുകൊടുത്ത് ഞാൻ ദൈവത്തോട് ഒത്തിരി നന്ദി പറയുന്നു. അതുപോലെ തന്നെ തിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ മാതാവിനോട് പ്രദക്ഷിണീകരണ പ്രാർത്ഥനയുടെ സമയത്ത് നീലത്തിരിയും പച്ചത്തിരിയും കത്തിച്ച് പ്രാർത്ഥിക്കും. വൈകിട്ടായാലും മാതാവിൻ്റെ ഒത്തിരി രൂപങ്ങൾ, മാതാവ് ഫോട്ടോയിൽ ഇങ്ങനെ തെളിഞ്ഞ് എനിക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ ഒരുപാട് ഫോട്ടോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമെന്ന് പറയുന്നത്, ഒരു ദിവസം ഞാൻ ഫോട്ടോ എടുക്കുന്ന സമയത്ത് മാതാവിൻ്റെ കൈ ഇങ്ങനെ എൻ്റെ നേർക്ക് കൈ നീട്ടി തരുകയാണ്. മാതാവിൻ്റെ എന്നോട് കൈ പിടിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ ഒരു കൈ എനിക്ക് മാതാവിൻ്റെ തിരിയിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ഒരുപാട് ചെറിയതും വലുതുമായ കാര്യങ്ങളിൽ ഒരുപാട് അനുഗ്രഹം മാതാവിൻ്റെ ജീവിതത്തിൽ നൽകി. ഇനി എൻ്റെ നിയോഗങ്ങൾ എന്നതിലുപരി എനിക്കിപ്പോൾ ഒരു നിയോഗം, ഞാൻ വെച്ചിരിക്കുന്ന നിയോഗം നടന്നില്ല എന്നിരുന്നാലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. കാരണം എന്തിനും ഏതിനും ദൈവം എൻ്റെ കൂടെ ഇനിയുള്ള മുന്നോട്ടുള്ളൊരു ജീവിതത്തിൽ മാതാവ് എൻ്റെ കൂടെ ഉണ്ടാകും. ആ വഴിയിലൂടെ ഞാൻ സഞ്ചരിക്കും എന്ന് ഈ വേളയിൽ ഞാൻ നന്ദി പറയുന്നു. കാരുണ്യപ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്യാറുണ്ട്, രോഗികളെ സഹായിക്കാറുണ്ട്. ഹോസ്പിറ്റലിൽ ക്യാൻസർ പേഷ്യൻസിനെ പോയി അവരെ ചെന്ന് കാണുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള വലിയ തുക നൽകാൻ കഴിഞ്ഞില്ലെങ്കിലും എന്നാൽ കഴിയുന്ന രീതിയിൽ അവരെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഞാൻ രോഗികളായുള്ളവരോട് ഷെയർ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇനിയും കൂടുതൽ ദൈവത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു വഴിയായിട്ട് മാത്രമാണ് ഞാൻ ഇതിനെ കാണുന്നത്. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി.